അപ്പൊ സുഹൃത്തുക്കളെ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ കുച്ചുപ്പിടി, ഈ ഭരതനാട്യം ഇത് നടന്നണോ? അള്ളാഹുവിന്റെ റസൂലിന്റെ പള്ളിയിൽ നടുക്ക് കണ്ടല്ലോ നിങ്ങളൊരു മുസ്ലിയാർ. ആ സ്ഥാനത്ത് ആരാ നിന്ന് കുച്ചുപ്പിടി എടുക്കണ മുസ്ലിയാർ? ആ സ്ഥാനത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നത് തന്നെ? അതോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു? ഇതാണ് മുജാഹിദുകൾ ഈ ജനങ്ങളോട് ചോദിച്ചത്. ഇത് ചോദിച്ചതിന്, ഓ ജനങ്ങളെ, മുസ്ലിയാക്കന്മാര് ഞങ്ങൾക്ക് തന്ന ശിക്ഷയാണ്, ഞങ്ങൾ സ്വലാത്തിനെ എതിർക്കുന്നവരാണ്, ഞങ്ങൾ മന്ത്രമില്ലാത്തവരാണ് എന്നത്. അറിയോ? ഈ നിലയ്ക്ക് സമുദായത്തിന്റെ പേരിൽ ഇതൊരു പ്രത്യേക ടീമാണ്. റിഫായി റാത്തീബ് നടത്താൻ പരിശീലനം കിട്ടിയ ടീം കണ്ടങ്ങള്, മുട്ടുംകാലൊപ്പം, തലയൊപ്പം, ശബ്ദൊപ്പം, ഇതൊക്കെ മസിൽ പിടിച്ച് പഠിച്ചതാ. കാരണം പോക്കറ്റിലേക്ക് അത്യാവശ്യം കിട്ടേണ്ടത് കിട്ടും, കൊടുക്കേണ്ടത് കൊടുക്കുന്നത് നിർത്തിയാൽ ഈ ഏർപ്പാടിന് മുസ്ലിയാക്കന്മാരും കിട്ടൂല. ഇത് ഹക്കാണോ? ഇതാണോ അഹ്ലുസുന്നത്തി? വല്ലാഹി വറബ്ബുൽ കഅബ, കഅബയെ സൃഷ്ടിച്ച റബ്ബിനെ സാക്ഷി നിർത്തി ഞാൻ പറയുന്നു, ഈ അഹ്ലുസുന്നത്ത് ഞങ്ങൾക്ക് വേണ്ട. ഈ നാട്ടിൽ നിന്ന് ബഹിഷ്കരിക്കപ്പെട്ടാലും, ഈ നാട്ടിൽ നിന്ന് ആട്ടിയോടിക്കപ്പെട്ടാലും, ആരടി മണ്ണ് നിഷേധിക്കപ്പെട്ടാലും, കല്യാണപ്പുരകളിൽ ഭക്ഷണം കഴിക്കുമ്പോൾ പുറത്തേക്ക്, പന്തലിന്റെ പുറത്തേക്ക് വലിച്ചു തള്ളി മാറ്റിയ അനുഭവം ഞങ്ങളുടെ പ്രസ്ഥാന ബന്ധുക്കൾക്ക് കഴിഞ്ഞ ആഴ്ചയിൽ പോലും ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം സഹിക്കാൻ ഞങ്ങൾ റെഡിയാണ്. എപ്പോന്നറിയോ? ഇത് അഹ്ലുസുന്നത്താണെങ്കിൽ. ഇതിനെന്താ തെളിവ് നിങ്ങൾ പറയും? ഇത് എവിടെയാ നടന്നത് നിങ്ങൾ പറയും? അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ടോ എന്ന് പറയും. എന്നിട്ട് സ്വലാത്തിനാരി എതിർത്തിന് കാര്യ കടന്നിട്ട് അല്ലെ, സർവ്വ പ്രദേശത്തും പോയിട്ട് ഇയാളെ പരിപാടി ഇതാ. സ്വലാത്തുനാരിയനെ എതിർത്തു, സ്വലാത്തുൽ കമാലിയനെ എതിർത്തു. ഇങ്ങനെ കുറെ സ്വലാത്ത്, ഗഞ്ചുല്ലാർസ്, കുഞ്ചുല്ലാർസ്, എന്തൊക്കെ സാധനങ്ങളുണ്ട്. ഇതൊക്കെ ആരെഴുതിയതാ? നോക്കൂ നിങ്ങൾ, ഞാനൊരു ചരിത്രം പറഞ്ഞുതരാം. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ സ്വഹാബത്തിനൊരു പ്രാർത്ഥന പഠിപ്പിക്കുകയാണ്. ഉറങ്ങാൻ കിടക്കുമ്പോൾ ചൊല്ലുന്ന പ്രാർത്ഥന. പ്രാർത്ഥനയിലെ വരികൾ എന്താണെന്നറിയോ? പ്രാർത്ഥനയിലെ വരികൾ അല്ലാഹുമ്മ അസ്ലംതു നഫ്സി ഇലൈക വവജ്ജഹ്തു വജ്ഹിയ ഇലൈക എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന ഇങ്ങനെ പോന്നിട്ട്, എന്റെ ശരീരത്തെ ഞാൻ നിനക്ക് ഏൽപ്പിച്ചിരിക്കുന്നു, എന്റെ മുഖത്തെ, മനസ്സിനെ, എന്റെ എല്ലാം നിന്നെ ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നു. വആമൻതു ബികിതാബികല്ലദീ അൻസൽത വബിനബിയികല്ലദീ അർസൽത, നീ ഇറക്കിയ കിതാബിലും നീ അയച്ച നബിയിലും ഞാൻ വിശ്വസിച്ചിരിക്കുന്നു എന്ന പ്രാർത്ഥന. ആ പ്രവാചകന്റെ പള്ളിയിൽ ചമ്രം പടിഞ്ഞിരുന്ന് കേട്ടു പഠിക്കുന്ന സഹാബികളെ കൂട്ടത്തുനിന്ന് നിങ്ങൾ കേൾക്കണം സുഹൃത്തുക്കളെ. ഒരു സഹാബി ചൊല്ലിയപ്പോ തെറ്റിപ്പോയി. നബിയികല്ലദീ അർസൽത എന്നിടത്ത് റസൂലികല്ലദീ അർസൽത എന്ന് ചൊല്ലിപ്പോയി. റസൂലികല്ലദീ അർസൽത എന്ന് ചൊല്ലിപ്പോയി. നമ്മൾ നബിയെ സംബന്ധിച്ച് ഏറ്റവും പറയാൻ യോഗ്യം റസൂലികല്ലദീ എന്നായിട്ട് പോലും അള്ളാഹുവിന്റെ തിരുദൂതർ തിരുത്തുകയാണ്. നബിയികല്ലദീ എന്ന് തന്നെ പറയണമെന്ന്. എന്തേ കാരണം? ഈ ദിക്ർ അള്ളാഹുവിന്റെ അടുത്തുനിന്ന് ജിബ്രീൽ നബിക്ക് കൊണ്ടുവന്നു കൊടുത്ത ദിക്റാണ്. ആ ദിക്ർ അതേ രൂപത്തിലെ ഒരു മുഅ്മിനിന് ചൊല്ലാൻ പറ്റുകയുള്ളൂ. ഇത്ര കൃത്യമായിട്ട് പഠിപ്പിക്കപ്പെട്ടൊരു മതത്തിലാണ് മുസ്ലിയാക്കന്മാരെ കുച്ചിപ്പിടി അല്ലേ? അല്ലാ അല്ലാ അല്ലാ, എന്താ ഇതിന്റെ അർത്ഥം? അള്ളാഹ് ആട്ടങ്ങള് തന്നെ. അല്ലാ അല്ലാ അല്ലാ, ഇതെന്താ അള്ളാഹ് ആട്ടല? അല്ലാഹുവോ അള്ളാഹുവിന്റെ മലക്കുകളോ കാരുണ്യത്തിന്റെ നോട്ടാ പള്ളിക്ക് നോക്കൂല. ഞാൻ പറയുമ്പോ ചില ആളുകൾ വേദനിക്കും. നിങ്ങൾ നോക്ക്, മഹാന്മാരായ മുഹദ്ദിഥീങ്ങൾ ഉദ്ധരിച്ചൊരു ഹദീസ് ഉണ്ട്. എന്താ അറിയോ? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു മറ്റോ, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ, അദ്ദേഹം പള്ളിയിലേക്ക് കയറി ചെല്ലുമ്പോ ഒരു ടീം ഇങ്ങനെ വട്ടത്തിലിരുന്നിട്ട് ദിക്റില്ല. ഒരാളിങ്ങനെ കല്ല് കൈ പിടിച്ചിട്ടുണ്ട്, എണ്ണം പിടിക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ എന്നാണ് ചൊല്ലുന്നത്. ഇത് കണ്ട ഉടനെ അദ്ദേഹത്തിന് എന്തോ കാണാൻ പറ്റാത്തത് കണ്ടതുപോലെ തോന്നിയത്. ആട്ടല്ല, കുലുക്കല്ല, ചാട്ടല്ല, ഒച്ചപ്പാടില്ല, പ്രത്യേകം പരിശീലനം കിട്ടിയ ടീമില്ല, ഭരതനാട്യമല്ല, കുച്ചിപ്പിടിയില്ല, മോഹിനിയാട്ടല്ല, ഒന്നുമില്ല. ആകെയുള്ളത് സുബ്ഹാനല്ലാഹ്, അല്ലാഹു അക്ബർ. വട്ടത്തിലിരുന്നിട്ടുണ്ട്, എണ്ണവും പിടിക്കേണ്ടത് മാത്രമേ പ്രശ്നമുള്ളൂ. പള്ളിയിലാണ് ഇത് ചെയ്യണത് എന്നുള്ളതാണ്. ഉടനെ അദ്ദേഹം അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക് പോവാണ്. അതിനെ സംബന്ധിച്ച് അബൂ മൂസ അശ്അരി പറയുന്നു, നിനക്കവരോട് അവരുടെ തിന്മകൾ എണ്ണാൻ വേണ്ടി പറഞ്ഞുകൂടായിരുന്നു, അവരുടെ തിന്മകൾ എണ്ണാൻ വേണ്ടി പറഞ്ഞുകൂടായിരുന്നു, ഇത് നന്മയല്ല. എന്നിട്ട് അദ്ദേഹം ആ സ്വഹാബിയുടെ കൂടെ പള്ളിയിലേക്ക് ഇറങ്ങി വരുന്നു. വന്നിട്ട് ചോദിക്കുന്നു അവരോട്, എടോ അള്ളാഹുവിന്റെ തിരുദൂതർ, അവിടുത്തെ വിശുദ്ധമായ വസ്ത്രങ്ങൾ അത് നുരുമ്പിപ്പോയിട്ടില്ല, അവിടുത്തെ ഭക്ഷണം കഴിച്ച പാത്രങ്ങൾ അത് പൊട്ടിത്തീർന്നിട്ടില്ല. പ്രവാചക തിരുമേനിക്ക് വേണ്ടി യുദ്ധക്കളത്തിൽ പോരാടാൻ വേണ്ടി
ജീവിതം വലിച്ചെറിഞ്ഞ ഹൃദയം ആ പ്രവാചകന് പറിച്ചു കൊടുത്ത സ്വഹാബത്ത് അവരാരും മരിച്ചു തീർന്നിട്ടില്ല. അതിന്റെ മുൻപ് ഇസ്ലാമിൽ ഇങ്ങനത്തെ ഒരു ആചാരം ഉണ്ടാക്കുകയാണോ, ഇസ്ലാമിൽ ഇങ്ങനത്തെ ഒരു സമ്പ്രദായം ഉണ്ടാക്കുകയാണോ എന്ന് അദ്ദേഹം ചോദിച്ചത് കാണാൻ പറ്റും. ആ ഇബ്നു മസ്ഊദോ ആ അബൂ മുസൽ അശ്അരിയോ ഈ മുസ്ലിയാക്കന്മാരെ കണ്ടിരുന്നുവെങ്കിൽ, ഈ പ്രകടനങ്ങൾ നടത്തുന്ന മുസ്ലിയാക്കന്മാരെ കണ്ടിരുന്നുവെങ്കിൽ എന്തായിരിക്കും സഹോദര പറയുക, എന്തായിരിക്കും പറയുക? ഏതെങ്കിലും ഒരു സ്വഹാബി കണ്ടിരുന്നെങ്കിൽ അവർ ഈ കൂട്ടത്തിൽ കൂടുമായിരുന്നോ? ഇല്ല. എന്തുകൊണ്ടെന്നറിയോ? ഹദീസ് ഉദ്ധരിച്ച റാവി പറയാ, അന്ന് ദിക്ർ ഹൽക്ക നടത്തിയ ആ ടീമിനെ പിന്നെ ഞങ്ങൾ കണ്ടത് അലി റളിയല്ലാഹുവിനെയും മുആവിയ റളിയല്ലാഹുവിനെയും കാഫറാക്കി അവരെ നേരെ വാളും കൊണ്ടുവന്ന ഖവാരിജിയാക്കളുടെ കൂട്ടത്തിലാണെന്നാണ്. ഇത് ഞങ്ങൾ പറയും. അതുകൊണ്ട് ആ പോലീസ് സ്റ്റേഷനിലേക്ക് ഫോൺ പോണ്, വിഷമുള്ളതുകൊണ്ട് പറയാം. ഇത് പറഞ്ഞ അതിന് മറുപടി ഇല്ല. അതുകൊണ്ട് 1.5 മിനിറ്റിന് പോലീസ് സ്റ്റേഷനിലേക്ക് ഫോൺ പോണ്, ഇല്ലെങ്കിൽ പോകൂല. ഇതിനെന്താ ഉത്തരം പറയാ? ഇങ്ങനെ ഒരു ഹദീസ് ഇല്ല എന്ന് പറയോ? ഹദീസ് ഇല്ല എന്ന് പറഞ്ഞാൽ ഹദീസ് അങ്ങാടികളിൽ നോട്ടീസായിട്ടൊട്ടും ലെറ്റർ ഹെഡിൽ കവറിംഗ് ലെറ്ററോട് കൂടെ കൊടുത്തേക്കും. അതുകൊണ്ട് സുഹൃത്തുക്കളെ നിങ്ങൾ കേൾക്കുക, തക്ബീറുമില്ല, സ്വലാത്തുമില്ല, പ്രാർത്ഥനയില്ല, ഒന്നുമില്ല എന്നാ ഞങ്ങളെന്നെ തക്ബീറിനെ എതിർക്കണേ. ഞങ്ങൾ കാണിച്ചു തരാം. നിങ്ങളെന്നെ തക്ബീറിനെ എതിർക്കുന്നുണ്ട്. തക്ബീറിനെ സാക്ഷാൽ ഖാസിമി എതിർക്കണേ. നിങ്ങൾ കണ്ടോളി. മനുഷ്യന്മാര് നാണക്കേട്, സമുദായത്തിന് നാണക്കേട് വരുത്തിയ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ആവശ്യമില്ലാത്ത അല്ലാഹു അക്ബർ ഒഴിവാക്കേണ്ട കാലമായിരിക്കുന്നു എന്നാ. അല്ലാഹു അക്ബർ വലിയ വാക്കാ, പക്ഷെ ആവശ്യമില്ലാത്തടുത്ത് ഉപയോഗിക്കുന്നിടത്ത് ലേശം ഒന്ന് മുസ്ലിമീങ്ങളും നമ്മളും ചിന്തിക്കുന്നത് നല്ലതാണ്. അല്ലാഹു അക്ബർ നല്ല വാക്കാ, അത് അല്ലാഹു അക്ബർ ആകേണ്ടതുമാണ്. അത് ഞാൻ സാന്ദർഭികമായി നിങ്ങളോട് പറഞ്ഞ എന്താണെന്നറിയോ? ഇത്ര പോന്ന എന്നെ പോലത്തെ ഒരു 7-ാം കൂലി സ്റ്റേജൊക്കെ കയറി വരുമ്പോഴത്തിന് അങ്ങനെ മണിക്കൂർ കണക്കിന് നിന്നിട്ടുള്ള അല്ലാഹു അക്ബറിന്റെ പാട്ട് ഒന്ന് നിർത്തുന്നത് നല്ലതാണെന്നാണ് എന്റെ അഭിപ്രായം. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ഈ പാട്ട് കേട്ട് കുഴങ്ങിയിട്ടുണ്ട്. അതൊരു നല്ല പരിപാടിയല്ല. അല്ലാഹു അക്ബർ വളരെ നല്ല വാക്കാ, പക്ഷെ ആവശ്യമില്ല. അതൊക്കെ നമ്മൾ അവിടുന്ന് കടം കൊണ്ടുവന്നതാണ്. എന്നെ പോലത്തെ ഒരു 7-ാം കൂലി സ്റ്റേജൊക്കെ കയറി വരുമ്പോഴത്തിന് ഒരു അരമണിക്കൂർ അല്ലാഹു അക്ബർ ചെല്ലേണ്ട ആവശ്യമില്ല. അതിനിവിടെ ആലിമ്യങ്ങളും സീതന്മാരൊക്കെ ഉണ്ട്. അവർക്ക് അവർ ശൈലി കൊണ്ടുവന്ന ആ ശൈലി നമ്മൾ കടമെടുക്കരുതെന്ന് സാന്ദർഭികമായി ഞങ്ങളോടൊന്ന് സൂചിപ്പിക്കാം. എന്തേ പ്രശ്നം? എന്തേ പറ്റിയേ? തക്ബീർ നിങ്ങൾ എതിർത്തോ? അറിയോ ലോകത്തെ ഏറ്റവും അശറഫായ വ്യക്തി, ശ്രേഷ്ഠനായ വ്യക്തി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ജനപദം ഏൽപ്പിച്ച മുറിപ്പാടുകളിൽ നിന്ന് വിശ്വാസത്തിനു വേണ്ടി പലായനം നടത്തുന്ന ഹിജറയുടെ വേള, അള്ളാഹുവിന്റെ റസൂലിന്റെ ഹിജറ ആ മദീനയിൽ പൂർത്തിയാകുമ്പോ, പ്രിയപ്പെട്ടവരെ, മദീനയിൽ പ്രവാചകനെ സ്വീകരിക്കാൻ നിൽക്കുന്നവർക്ക് ആ തിരുനബിയെ മനസ്സിലായിട്ടില്ല, ആ പ്രവാചക തിരുമേനിയെ മനസ്സിലായിട്ടില്ല. നിങ്ങൾക്കറിയോ, അവര് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കൈ പിടിച്ചിട്ട്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് നബി, ഒരിക്കലും നബിയെ കാണാത്ത ഖൗമ്, അവര് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിരിക്കും നബി എന്ന നിലയ്ക്ക് കൈ പിടിച്ചത് ചരിത്രത്തിൽ കാണാം. അതിന്റെ അർത്ഥം എന്താ? നേതാവ് വരുമ്പോ ജാടുണ്ടായിരുന്നില്ല, അല്ലേ? ആ നേതാവിനെക്കാളും വലിയ നേതാവല്ലല്ലോ നിങ്ങളെ നേതാക്കന്മാരും. മുത്തിയവരെ മുത്തുക, അല്ലെങ്കിൽ ശേഖുനന്റെ കാറ് മുത്തുക, അല്ലെ? ഇതാണ് കോലോൻ ചേലും ശൈലി. മൂപ്പര് ക്ഷീണിതനാണ്, അതുകൊണ്ട് മുത്തിയവരെ മുത്തുക എന്ന കോലത്തിലും ചേലിലുമാണ് കാര്യങ്ങളാക്കി തീർക്കാറുള്ളത്. പ്രവാചക തിരുമേനി വന്നപ്പോഴോ, പ്രവാചക തിരുമേനി ഹൃദയം മക്കൾക്ക് പറിച്ചു കൊടുത്തിട്ട്, മക്കേ പോവാണ്, എന്റെ നാട്ടുകാർ സമ്മതിക്കാത്തോണ്ടാ പോണത്, നിന്നെ എനിക്ക് കാണാൻ പറ്റുന്ന നാളിൽ ഞാൻ വരും എന്ന് പറഞ്ഞു പോയ പ്രവാചക തിരുമേനി അവിടെ എത്തുമ്പോ തക്ബീറിന്റെ ഘോരഘോര ശബ്ദങ്ങളോട് കൂടെ അല്ല അവർ സ്വീകരിച്ചത്. സലാം പറഞ്ഞു, പ്രവാചകന് സ്വീകരിച്ചു. അല്ലേ? എങ്കിൽ പ്രിയപ്പെട്ടവരെ, ഈ നിലക്കുള്ള തക്ബീറുകളെയാണ്, ദിക്റുകളെയാണ്, ഈ നിലക്കുള്ള മന്ത്രങ്ങളെയാണ് നമ്മൾ എതിർത്തത്. ഇസ്ലാം പഠിപ്പിച്ചൊരു ദിക്റും മന്ത്രവും എതിർത്തിട്ടില്ല. ഇനി 2 കേട്ടോളിങ്ങൾ. ആയത്തുൽ കുർസി ഓതാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ക്ലിപ്പിടുക. നിങ്ങൾ ആലോചിച്ച് നോക്കി. കണ്ടോ, ജക്കരിയ സ്വലായി ആയത്തുൽ കുർസിയൊക്കെ പോതാൻ പറയുന്നുണ്ട്. 80 കൊല്ലം മുമ്പ് എന്തായിരുന്നു അവസ്ഥ? ഇപ്പൊ കണ്ടോ, ആരിസ് ബിൻ സലീമും എടത്തനാട്ടുകരയിലെ ആടുകളോട് ആയത്തുൽ കുർസി ഓതാൻ വേണ്ടി പറയുന്നുണ്ടെന്ന ആ ക്ലിപ്പൊന്നും ഞാൻ ഇടുന്നില്ല. എന്താ അറിയോ?
സുഹൃത്തുക്കളെ, നാണോ മാനോ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്. ഇവരെ ഭാഷയിൽ പറയണെങ്കിൽ ഞാൻ അങ്ങനെ തന്നെ പറയും. നിങ്ങൾക്ക് നാണോ മാനോ ഉണ്ടോ എന്ന് ചോദിക്കും. പക്ഷേ മുസ്ലിയാക്കന്മാരെ വേദിയല്ലാത്തതുകൊണ്ട് എനിക്ക് ചോദിക്കാൻ പറ്റൂല എന്ന് മാത്രം. എങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ആയത്തുൽ കുർസി ഞങ്ങൾ എവിടെ എതിർത്ത്? കാണിക്കങ്ങള് ആയത്തുൽ കുർസി ഓതാൻ പാടില്ല നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? ആയത്തുൽ കുർസിനെ വരെ എതിർത്തു. എന്നിട്ട് ക്ലിപ്പിട്ട് കാണിച്ചു കൊടുക്കുക. കുട്ടികൾക്ക് വേദനയും കരച്ചിലൊക്കെ ഉണ്ടാകുമ്പോ ആയത്തുൽ കുർസി കൊണ്ട് മന്ത്രിക്കണമെന്ന് സക്കറിയ സ്വലാഹി പറഞ്ഞു അല്ലേ? എവിടുന്ന് ഞങ്ങൾ പഠിച്ചത്? എവിടുന്ന് ഞങ്ങൾക്ക് ഇയാളെ കിട്ടിയത്? ഈ സാധുവിനെ തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കും പോലെ മൂപ്പർക്ക് ഇത് അറിയില്ല. ഏതോ 2 സ്ഥലത്ത് ക്ലിപ്പിട്ട് പ്രസംഗിച്ചപ്പോ വേറെ ആരും മറുപക്ഷ കക്ഷിയിൽ ക്ലിപ്പിട്ട് സംസാരിക്കല്ലാത്തതുകൊണ്ട് ഇയാളെയും കൊണ്ടെടുക്കുക. ഏറ്റവും ചുരുങ്ങിയ പറഞ്ഞു കൊടുക്കിങ്ങളെ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്, ആയത്തുൽ കുർസിയെ ഞങ്ങൾ എതിർത്തത് എവിടെയാണ്? കാണിക്കാൻ പറ്റുമോ? മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേരെ കളവുകൾ അച്ചടിച്ചു വിട്ടിട്ട് രക്ഷപ്പെടാൻ നിങ്ങൾ വിചാരിക്കരുത്. ഇനി മൂന്നാമത്തെ ഒന്ന് സിഹിറിനെ നിഷേധിച്ചു. സിഹിർ ഇപ്പോ സാൽവേഷനും സമ്മേളനം ഒക്കെ കഴിഞ്ഞപ്പോ സിഹിർ അംഗീകരിച്ചു. സിഹിറിനെ നിഷേധിച്ചു എന്ന് പറയണ കേട്ടോളി. മുജാഹിദ് പ്രസ്ഥാനം 80 കൊല്ലക്കാരൻ പറഞ്ഞു. അതിന്റെ ഭാഗമായിട്ട് അവർ പറഞ്ഞു സിഹിർ പറഞ്ഞ സാധനമില്ല. മനുഷ്യന്മാര് നാണക്കേട്, സമുദായത്തിന് നാണക്കേട് വരുത്തുക. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, പ്രസ്ഥാനം പഴയ കാലത്ത് നിഷേധിക്കുകയുണ്ടായി. കൂട്ടത്തിൽ സിഹിറിനെ നിഷേധിച്ചു, കണ്ണേറിനെ നിഷേധിച്ചു. എന്റെ പ്രിയപ്പെട്ടവരെ ചിന്തിക്കുക, മറഞ്ഞ വഴിയിലൂടെ ഒരു വസ്തുവും നമ്മെ ഉപദ്രവം വരുത്തുകയില്ല. മുജാഹിദ് പ്രസ്ഥാനം 80 കൊല്ലക്കാരൻ പറഞ്ഞു. അതിന്റെ ഭാഗമായിട്ട് അവർ പറഞ്ഞു സിഹിർ പറഞ്ഞ സാധനമില്ല. സിഹിറോ അങ്ങനെ സാധനം തന്നെയല്ല. കാരണം എന്തേ? സിഹിർ എന്ന് പറയുന്ന സാധനം, മാട്ടുമാരണം എന്ന് പറയുന്ന സാധനം, അതൊരാൾ നമുക്ക് ചെയ്താൽ നമ്മളത് കാണുന്നില്ലല്ലോ. കാണാത്തത് കൊണ്ട് അദൃശ്യമായ രീതിയിലൂടെ നമുക്ക് വല്ല ഉപദ്രവം ഉണ്ടാകുമെന്ന് പേടിച്ചു കഴിഞ്ഞാൽ അത് തെറ്റാണ്. അങ്ങനെ വിശ്വസിക്കുന്നവർ മുശ്രിക്കാണ്. മുജാഹിദ് പ്രസ്ഥാനം പഴയ കാലത്ത് പറഞ്ഞു. അതിന്റെ ഭാഗമായിട്ട് അവർ പറഞ്ഞു സിഹിർ പറഞ്ഞ സാധനമില്ല. സിഹിറോ അങ്ങനെ സാധനം തന്നെയല്ല. കാരണം എന്തേ? സിഹിർ എന്ന് പറയുന്ന സാധനം, മാട്ടുമാരണം എന്ന് പറയുന്ന സാധനം, അതൊരാൾ നമുക്ക് ചെയ്താൽ നമ്മളത് കാണുന്നില്ലല്ലോ. കാണാത്തത് കൊണ്ട് അദൃശ്യമായ രീതിയിലൂടെ നമുക്ക് വല്ല ഉപദ്രവം ഉണ്ടാകുമെന്ന് പേടിച്ചു കഴിഞ്ഞാൽ അത് തെറ്റാണ്. അങ്ങനെ വിശ്വസിക്കുന്നവർ മുശ്രിക്കാണ്. മുജാഹിദ് പ്രസ്ഥാനം പഴയ കാലത്ത് പറഞ്ഞു. സിഹിറിനെ നിഷേധിച്ചു പഴയ കാലത്ത് എന്നാണ് അല്ലേ? സുഹൃത്തുക്കളെ, ഇത് ഇയാളൊരു പക്ഷേ ജനിക്കണീന് മുമ്പുള്ള തഫ്സീറ. 1980-കളിൽ ഞാനന്ന് ജനിച്ചിട്ടില്ല. ഏതായാലും എനിക്കുറപ്പാ 1980-കളിലുള്ള തഫ്സീറ. ഈ തഫ്സീറിലെ അമാനി മൗലവിയുടെ വാചകം കേട്ടോളൂ നിങ്ങൾ. സിഹിറിനു യാഥാർത്ഥ്യം ഇല്ല. ഗുണമോ ദോഷമോ ഉള്ള എന്തെങ്കിലും ഫലമുണ്ടാക്കുന്ന തരത്തിൽ ഒരു സിഹിറുമില്ല. കേവലം മനുഷ്യരെ പകിട്ടാക്കുന്ന ചില ചപ്പടി വിദ്യകൾക്ക് മാത്രമുള്ള പേരാണ് സിഹിർ എന്നിങ്ങനെ ചില അഭിപ്രായങ്ങൾ മുമ്പും ഇപ്പോഴുമുണ്ട്. എന്നിട്ട് പറയാതെ ആരതാ? മുഅ്തസില വിഭാഗക്കാരിൽ നിന്നാണ് ഇതിന്റെ ഉത്ഭവം. വിശദാംശങ്ങളിൽ കുറച്ചൊക്കെ സത്യമുണ്ടെങ്കിലും മൊത്തത്തിൽ ഈ അഭിപ്രായം ഖുർആനും നബിവചനങ്ങൾക്കും എതിരാകുന്നു. നാട്ടിലൊക്കെ ഇയാൾ പ്രസംഗിക്കണതാ. സിഹിറിനെ സംബന്ധിച്ചും ജിന്നിനെ സംബന്ധിച്ചും ഇയാൾ ഇവിടെ പരാമർശിച്ചു പോയിട്ടുള്ളൂ. ഇനി വരികയാണെങ്കിൽ പറയാനുള്ളത് ഇതാണ്. അതിപ്പോ തന്നെയാണ് പറഞ്ഞയച്ച സാധുവിന് പിന്നെ അതിനടങ്ങാറുണ്ടല്ലോ. നിങ്ങൾ നോക്കി, ഖുർആനിനും നബിചര്യക്കും യോജിച്ച ഏർപ്പാട് അല്ല ഇത് എന്നാണ്. ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയ മുഅ്തസിലിയാക്കളെ ഏർപ്പാടാണ് ഈ വാദഗതി എന്നാണ് വളരെ കൃത്യമായി അമാനി മൗലവി തന്റെ തഫ്സീറിൽ സുഹൃത്തുക്കളെ എഴുതി വെച്ചത്. എന്നിട്ട് അതിനെ കുറിച്ചാണ് മുസ്ലിയാർ പറയുന്നത്, മുസ്ലിയാർ പ്രചരിപ്പിക്കുന്നത്. മുജാഹിദ് പ്രസ്ഥാനം സിഹിറിനെ അംഗീകരിച്ചിട്ടില്ല. എന്നാൽ വ്യക്തികൾക്ക് അഭിപ്രായമുണ്ടായിരുന്നു. KK സക്കരിയ സ്വലാഹിയെ പോലെയുള്ള ചില ആളുകൾ, സലാം സുല്ലമിയെ പോലെയുള്ളവരിൽ നിന്ന് ഇൽമു സ്വീകരിച്ചവർ, ഉസ്താദിന്റെ സ്വാധീനം വിദ്യാർത്ഥിക്കുണ്ടാകുക എന്ന തലത്തിൽ സ്വാഭാവികമായും അങ്ങനെ ചില വ്യക്തിപരമായ അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു. അത് തെറ്റാണെന്ന് ബോധ്യപ്പെട്ടപ്പോ അവർ തിരുത്തിയിട്ടുണ്ട്. സംഘടന തീരുമാനിച്ച അതേപടി നിൽക്കുന്നവരല്ല മുജാഹിദുകൾ അല്ലേ? ചിലപ്പോ ബോധ്യപ്പെട്ടിട്ടില്ലെങ്കിൽ ബോധ്യപ്പെടും വരെ അതിനോട് സ്വാഭാവികമായും പ്രതിരോധത്തോടു കൂടെ തന്നെ നിൽക്കും. ബോധ്യപ്പെട്ടപ്പോ സക്കരിയ സ്വലാഹി തിരുത്തി അല്ലേ? KV നിങ്ങളുടെ തന്നെ ചില ഭാഗങ്ങൾ എനിക്ക് കേൾപ്പിക്കാണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല, സമയം പേടിച്ച്. ഒരു മുസ്ലിയാർ പ്രസംഗിക്കുക, എന്താ കണ്ണിയത്ത് ലീഗിന് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അതുകൊണ്ട് സമസ്ത ലീഗിന് വോട്ട് ചെയ്തു എന്ന് പറയാമോ എന്നാണ്. പറ്റൂല എന്നാണ്. കണ്ണിയത്ത്
സമസ്തന്റെ ഉന്നത സ്ഥാനത്തിരുന്ന വ്യക്തിയായിട്ട് പോലും അത് കണ്ണിയത്ത് ഉസ്താദിന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്, സമസ്തന്റെ അഭിപ്രായമല്ല എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളാകുമ്പോ പറ്റുന്നും, നിങ്ങളാകുമ്പോ വ്യക്തിക്ക് വ്യക്തിന്റെ അഭിപ്രായവും സംഘടനക്ക് സംഘടനന്റെ അഭിപ്രായം പറ്റുന്നും, ഞങ്ങളാകുമ്പോ പറ്റൂലെന്നുണ്ടോ? നിങ്ങൾ 8 2 10 ഞങ്ങളത് 12 ആകുമോ? ആവുകയില്ലെങ്കിൽ ഇതാ കേട്ടോ, സംഘടന 980കൾക്കപ്പുറത്ത് ഈ വിഷയത്തിൽ പുലർത്തിയ സമീപനതാണ്. ഇത് ആരോ ചില ആളുകൾ പറഞ്ഞു കൊടുത്തത് അതേപോലെ ഛർദിക്കണിന്റെ പ്രശ്നമാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ ശ്രദ്ധിക്കുക, സിഹറിന്റെ വിഷയത്തിലും മുജാഹിദ് പ്രസ്ഥാനത്തിന് ഒരു മാറ്റവും വന്നിട്ടില്ല. പിന്നെ ജിന്നാണ് വിഷയം അല്ലേ? പിന്നെ ഉള്ളത് എന്താ? ജിന്നാണ്. ജിന്ന് വിഷയത്തിൽ വമ്പിച്ച മാറ്റം വന്നു എന്നാണ്. ജിന്നി വിഷയത്തിൽ മാറ്റം വന്നോ? ഇത് അമാനി മൗലവിന്റെ പുസ്തകം ഇസ്ലാമിക ജീവിതം എന്ന പുസ്തകം. ഇതെന്നാ പ്രസിദ്ധീകരിച്ചെന്നറിയോ? ഇതിന്റെ ഫസ്റ്റ് എഡിഷൻ 1989 ഈ തഫ്സീറിന്റെ, ഞാൻ നേരത്തെ കാണിച്ച തഫ്സീറിന്റെ സെക്കൻഡ് എഡിഷൻ 1989. ആ സെക്കൻഡ് എഡിഷൻ വന്ന അതേ സമയത്ത് വന്ന പുസ്തകം അത്. ഈ പുസ്തകത്തിൽ ജിന്നി വിഷയത്തിലെ ഞങ്ങളെ സമീപനം കൃത്യമായി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ജിന്നി അഥവാ ഭൂതവർഗമാകട്ടെ മനുഷ്യരെക്കാൾ രൂക്ഷമായ ഗതാഗത വേഗതയുള്ളവയാണ്, ഗതാഗത വേഗതയുള്ളതുമാണ്. അങ്ങനെ സാധാരണ മനുഷ്യർക്ക് കഴിയാത്ത പലതും അതിന് കഴിയുന്നു. നിങ്ങൾ അങ്ങോട്ട് കാണാത്ത വിധത്തിൽ അവർ നിങ്ങളെ കാണുന്നുവെന്ന് ഖുർആൻ സൂറത്തു ആറാഫിൽ പറയുന്നുണ്ട്. രക്തസഞ്ചാരമുള്ളിടത്തെല്ലാം പിശാച് സഞ്ചരിക്കുമെന്ന് ഒരു നബിവാക്യത്തിൽ നാം കണ്ടു കഴിഞ്ഞല്ലോ. മനുഷ്യരെ വഴിപിഴപ്പിക്കാൻ നാനാവിധത്തിൽ പിശാച് ശ്രമിക്കുമെന്നും ഖുർആൻ പറഞ്ഞിട്ടുള്ളതാണ്. ആകയാൽ ഏതെങ്കിലും ഒരു പിശാചിനെ പ്രത്യേകം സേവിച്ചില്ലെങ്കിൽ കൂടി മറഞ്ഞ കാര്യം ഗണിച്ചും പ്രശ്നം നോക്കിയും പറയുന്ന കാര്യത്തിൽ പൈശാചിക സഹായം കിട്ടും. തങ്ങൾ ബാപ്പാക്ക് ചിലപ്പോ ചിലതൊക്കെ പറഞ്ഞു തരാൻ കഴിയും. തന്മൂലം മറ്റുള്ളവർക്ക് അറിയാൻ പ്രയാസമുള്ള ചില അറിവും ഇത്തരം ജോലിയിൽ ഏർപ്പെട്ടവർക്ക് ലഭിക്കുകയും ചെയ്യും. എന്താ? ഇസ്ലാം വിലക്കിയ തെറ്റായ പൈശാചിക സേവയിലൂടെ അങ്ങനെ ചിലത് കിട്ടും. എന്നിട്ട് അദ്ദേഹം പറയാ, ഇതിൽ യാതൊരു അസാംഗത്യവും ഇല്ല തന്നെ. എന്നിട്ട് കേട്ടോളി, ഞങ്ങളെ സമീപനം കേട്ടോളി. പിശാചിനെ പ്രത്യേക പൂജയും മറ്റു കർമ്മങ്ങളും നടത്തി സേവിക്കുന്നവർക്ക് അവന്റെ സേവ ലഭിക്കുന്നതിലും അസാംഗത്യമില്ല. എന്നാൽ ഇത്തരക്കാർ പറയുന്നത് തെറ്റോ ശരിയോ എന്നതല്ല പ്രശ്നം. അവരുടെ അടുക്കൽ പോകാമോ, അവർ പറയുന്നത് വിശ്വസിക്കാമോ, അവരെ കൊണ്ട് വല്ലതും ചെയ്യിക്കാമോ എന്നതാണ്. അതാണ് പ്രശ്നം എന്നാണ്. ഇത് ഇസ്ലാം കർശനമായി വിരോധിച്ചിരിക്കുന്നു. നിഷിദ്ധമായ വസ്തുക്കൾ ഉപയോഗിച്ച് ചികിത്സിക്കുന്നത് വിരോധിച്ചതുപോലെ തന്നെ. അതുകൊണ്ട് സുഖം കിട്ടുന്നുണ്ടോ ഇല്ലേ എന്നല്ല നോക്കേണ്ടത്. തങ്ങളെടുത്ത് പോയിട്ട് സുഖം കിട്ടിയിട്ടുണ്ടോ, ജോത്സന്റെ അടുത്ത് പോയിട്ട് സുഖം കിട്ടിയിട്ടുണ്ടോ എന്നല്ല നോക്കേണ്ടത്. ഇതിന് ഇസ്ലാം തെളിവില്ല എന്നാ. അപ്പോ ചില കാര്യങ്ങളൊക്കെ ചില ആളുകാർക്ക് ഗണിച്ചു കിട്ടും എന്ന് പറഞ്ഞല്ലോ, അത് അമാനി മൗലവി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ സ്വീകരിക്കൂല. അതാണ് ഇസ്ലാഹി പ്രസ്ഥാനം. അതുകൊണ്ട് തന്നെ അമാനി മൗലവി തൊട്ടടുത്ത പേജിൽ ഞങ്ങൾക്ക് വേണ്ടി ഹദീസ് ഉദ്ധരിച്ചു. ഹദീസ് ഉണ്ടെങ്കിലേ കേൾക്കുള്ളൂ. എന്താ ഹദീസ്? ആയിഷ റളിയല്ലാഹു അൻഹ. ഹദീസിന്റെ അറബി ഇവിടെ ഉണ്ട്, സമയം പേടിച്ച് ഞാൻ മലയാളേ വായിക്കുന്നുള്ളൂ സുഹൃത്തുക്കളെ. ആയിഷ റളിയല്ലാഹു അൻഹ ചില ആളുകൾ നബിയോട് പ്രശ്നക്കാരെ പറ്റി ചോദിച്ചു. അപ്പോൾ അവിടുന്ന് പറഞ്ഞു, അഥവാ ജ്യോത്സ്യന്മാരെ തങ്ങന്മാരെയൊക്കെ കുറിച്ച് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, അവർ ഒന്നുമല്ല, വലൈസു ബിശൈ, അവരൊന്നുമല്ല. അവർ പറഞ്ഞു. അപ്പൊ ആളുകൾ ചോദിച്ചു, അള്ളാഹുവിന്റെ ദൂതരെ, ചില അവസരങ്ങളിൽ അവർ അഥവാ ജ്യോത്സ്യന്മാർ ചിലതൊക്കെ പറയുന്നത് ശരിയാകുന്നുണ്ടല്ലോ. നബി പറഞ്ഞു, ശരിയാകുന്ന ആ വാക്ക് ജിന്ന് കവർന്നെടുത്ത് തന്റെ ബന്ധുവിന്റെ ചെവിയിൽ കുറുകുന്ന പോലെ, കോഴി കുറുകുന്നത് പോലെ കുറുകി മന്ത്രിച്ചു കൊടുക്കുന്നതാണ്. 100-ലധികം കള്ളം അതിൽ കൂട്ടിച്ചേർത്തിട്ട് ഉണ്ടാകും. ബുഖാരി മുസ്ലിം 989 ഞങ്ങൾ പറഞ്ഞതാ. നിങ്ങളും ഞങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താ അറിയോ? തങ്ങൾ പറഞ്ഞത് ശരിയായതുകൊണ്ട് തങ്ങൾ എടുത്തു പോകാം. ജ്യോത്സ്യൻ പറഞ്ഞത് എന്റെ വീട്ടിന്റെ ഉള്ളിലുള്ളത് മൂപ്പര് പറഞ്ഞില്ലേ, അതുകൊണ്ട് പോകാൻ നിങ്ങൾ വിശ്വസിച്ചു. ഞങ്ങൾ പറഞ്ഞു അത് ശൈത്താൻ പറഞ്ഞു കൊടുക്കുന്നതാണെന്ന് തിരുനബി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ജ്യോത്സ്യന്റെ അടുത്ത് പോയാൽ എണ്ണിക്കോ, 1 40 നാളിലെ നമസ്കാരം ബാത്തിലാകും. 2 പ്രവാചക തിരുമേനിയുടെ മേൽ അവതരിപ്പിക്കപ്പെട്ട ഖുർആൻ കളവാക്കിയവനായി അവനെ പ്രവാചകൻ എണ്ണുകയും ചെയ്തതുകൊണ്ട് പോയിക്കൂടാന്ന് പറഞ്ഞു. ജ്യോത്സ്യന്മാരെടുത്തും തങ്ങന്മാരെടുത്തും പോയിക്കൂടാന്ന് പറഞ്ഞപ്പോ ജിന്നില്ല ശൈത്താനില്ല എന്ന് പറയുന്നവരാണ് ഞങ്ങള്, സിഹിറില്ല എന്ന് പറയുന്നവരാണ് ഞങ്ങള് എന്ന് ഞങ്ങളുടെ പേരിൽ വെച്ച് കെട്ടിയതാണ്. എങ്കിൽ സുഹൃത്തുക്കളെ, ജിന്ന് വിഷയത്തിൽ
ഞാൻ അതുകൂടെ ഇവിടെ പറയാണ്. കാരണം അടുത്ത പ്രസംഗത്തില് ഈ പ്രസംഗത്തിലെ എങ്ങനെ മൂപ്പര് തൊട്ടില്ല എന്നുള്ളവർക്ക് പോയതാ. കാരണം ആ പരിപ്പിന് വേകൂലെന്ന് മൂപ്പർക്ക് അറിയാം. എന്നാലും വിഷയമല്ലെങ്കിൽ സാധു വീണ്ടും അതന്നെ എടുത്തിടാ. അതുകൊണ്ട് ഞാൻ പറയട്ടെ, ജിന്ന് വിഷയത്തിൽ എന്നാൽ ഈ സമീപനങ്ങൾക്ക് വിരുദ്ധമായി ഞങ്ങളുടെ ചില പണ്ഡിതന്മാരുടെ കേവലം ചില വ്യക്തികളുടെ സംസാരത്തിൽ ചില അബദ്ധങ്ങൾ വന്നിട്ടുണ്ട്. ആയിരക്കണക്കിന് പ്രബോധകരുള്ള ഒരു പ്രസ്ഥാനത്തിലെ, നൂറുകണക്കിന് പണ്ഡിതന്മാരുള്ള ഒരു പ്രസ്ഥാനത്തിലെ കേവലം ഒരു പണ്ഡിതൻ അദ്ദേഹത്തിന്റെ നിരവധി സീഡികളിലെ, നൂറുകണക്കിന് സീഡികളിലെ കേവലം ഒരു സീഡി, ആ സീഡിയിലെ കേവലം ചില മിനിറ്റുകളിൽ അദ്ദേഹം പറഞ്ഞ ചില വാചകങ്ങൾ വെട്ടിയും മുറിച്ചും ജനങ്ങൾക്ക് മുന്നിൽ പ്രദർശിപ്പിക്കുക. ഒന്ന് നിങ്ങൾ കണ്ടല്ലോ, പാണക്കാട്ട് തങ്ങളടുത്തേക്ക് പോകാൻ പറഞ്ഞു എന്ന് പറഞ്ഞതിന്റെ കോലം കണ്ടല്ലേ? ഈ ജാതി തട്ടിപ്പാണ് നടത്തുന്നത്. എന്നാൽ ഇവരുടെ തന്നെ മുതിർന്ന നേതാവ് ഹമീദ് വൈസി പറഞ്ഞിരുന്നു, തിരുത്തിയ സീഡിന്റെ പേര് പറഞ്ഞാൽ ഇനി ഒരിക്കലും എവിടെയും പ്രസംഗിക്കൂല. ഹമീദ് വൈസി നമ്മളോട് പറയട്ടെ. പറയുന്ന വിഷയങ്ങൾ വിശദമായി പറയുന്ന സമയത്ത് മുജാഹിദ് പ്രസ്ഥാനം ആകെ ഒരു മറുപടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിന് പ്രസ്തുത സീഡി പിൻവലിച്ചിട്ടുണ്ട്. ഏതാ സുബ്ഹാനല്ലാഹ് ഈ പ്രസ്തുത സീഡി? ഈ നിമിഷം വരെ മുജാഹിദ് ഏതാണ് ആ സീഡി എന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ സീഡി പിൻവലിച്ചു, ഇന്ന സീഡി എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ആ സീഡിയിലെ ഭാഗങ്ങൾ ഉദ്ധരിക്കുന്ന പ്രശ്നമേ ഇല്ല. പറയുന്ന വിഷയങ്ങൾ വിശദമായി പറയുന്ന സമയത്ത് മുജാഹിദ് പ്രസ്ഥാനം ആകെ ഒരു മറുപടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിന് പ്രസ്തുത സീഡി പിൻവലിച്ചിട്ടുണ്ട്. ഏതാ സുബ്ഹാനല്ലാഹ് ഈ പ്രസ്തുത സീഡി? ഈ നിമിഷം വരെ മുജാഹിദ് ഏതാണ് ആ സീഡി എന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ സീഡി പിൻവലിച്ചു, ഇന്ന സീഡി എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ആ സീഡിയിലെ ഭാഗങ്ങൾ ഉദ്ധരിക്കുന്ന പ്രശ്നമേ ഇല്ല. 1000 വട്ടം പറഞ്ഞിട്ടുണ്ട്, 10,000 വട്ടം പറഞ്ഞിട്ടുണ്ട്. ഏതാ? ശംസുദ്ദീൻ പാലത്തിന്റെ മുഖ്യശത്രു എന്ന സീഡി, ഡോക്ടർ സുബൈറിന്റെ ജിന്നും മനുഷ്യനും എന്ന് പറയുന്ന സീഡി, ഇത് രണ്ടും ഇതിന്റെ മാസ്റ്റർ കോപ്പി പോലും ഞങ്ങൾ നശിപ്പിച്ചിരിക്കുന്നു. ഞങ്ങൾക്ക് പറ്റിയ അബദ്ധങ്ങൾ കൃത്യമായി തിരുത്തിയിരിക്കുന്നു. തിരുത്തിയത് തെളിവിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തകരെ ബോധ്യപ്പെടുത്തിയിരിക്കുന്നു. ഞങ്ങളെ അനുയായികൾ അങ്ങനെയാണ്. അതൊക്കെ തെറ്റാണ്, ശംസുദ്ദീൻ പാലത്ത് പറഞ്ഞൊക്കെ തെറ്റാണെന്ന് പറഞ്ഞാൽ വിടൂല, പറഞ്ഞു കൊടുത്തോളണ എന്താണ് തെറ്റ്. ഞങ്ങളെ പണ്ഡിതന്മാരാ തെറ്റ് കൃത്യമായി ഞങ്ങളുള്ള സദസ്സുകളിൽ വിശദീകരിച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്കാർക്കും വലിയ തർക്കമല്ല അല്ലേ? എന്നിട്ടോ മുസ്ലിയാക്കന്മാർ ഈ പറഞ്ഞ വാചകം പാലിച്ചോ? കേരളത്തിന്റെ 4 കവലകളിൽ മുഴുവൻ വീണ്ടും ഇട്ടുകൊണ്ടെടുക്കുക. കാരണം എന്താ അറിയോ? ജിന്നും കൂടി ഒഴിവാക്കിയാല്, ഈ പറഞ്ഞ സിഹിറിന്റെ നുണയും കൂടി ഒഴിവാക്കിയാല്, മന്ത്രത്തിന്റെ നുണയും കൂടി ഒഴിവാക്കി ഞങ്ങൾ എന്താ ചെയ്യാ? പിന്നെ എന്താ നിങ്ങൾക്ക് ഉണ്ടാകുക? ഞങ്ങൾ ഓതുന്ന ആയത്തിനെ നിങ്ങൾ എങ്ങനെ പ്രതിരോധിക്കും? ഞങ്ങൾ ഓതുന്ന ഹദീസിനെ നിങ്ങൾ എങ്ങനെ പ്രതിരോധിക്കും? ഇസ്തിഗാസയുടെ വിഷയത്തിൽ ഞങ്ങൾ ഉദ്ധരിക്കുന്ന ഹദീസ് അല്ലേ? നിങ്ങൾ ഉദ്ധരിക്കുന്ന ആയത്ത് ഏതാ? നിങ്ങൾ ഉദ്ധരിക്കുന്ന ഹദീസ് ഏതാ? കുന്നത്തേരി കണ്ടല്ലോ, മറുഗ്രൂപ്പ് ഉദ്ധരിച്ച ഹദീസ് കണ്ടല്ലോ. എന്താ? മൻ ഖാമ അലാ ഖബ്രി ഫയഖൂൽ യാ മുഹമ്മദ് ഫൗജീബന്നഹു. എന്റെ ഖബറിൽ വന്ന് ആരെങ്കിലും എന്നാണ് അർത്ഥം. ആരെങ്കിലും അവര് യാ മുഹമ്മദ് എന്ന് വിളിച്ച ഉത്തരം ചെയ്യുന്നതാണ് അല്ലെ? ഒരു മുസ്ലിയാര് നിങ്ങൾ സങ്കല്പിക്കും, മൂപ്പര മുന്നിലിരിക്കുന്ന കുട്ടിനെ ആണ് തച്ചു കൊന്ന്. ഞാനൊരു ഉദാഹരണത്തിന് വേണ്ടി പറയാ, ഉസ്താദ് കുട്ടിനെ തച്ചൊന്നു എന്ന് ആ ചങ്ങാതി പ്രസംഗിച്ചു എന്ന് പറയണ്ട, ഒരു ഉദാഹരണത്തിന് വേണ്ടി പറയാം. അപ്പൊ മൂപ്പരോട് ചോദിച്ച്, മൂപ്പരെ പിടിച്ച് പോലീസിലേപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോ മൂപ്പര് പറഞ്ഞ് പറ്റൂല. എന്തേ? ഖുർആനിൽ ഉള്ള തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ചെയ്തത്. ഈ കുട്ടി വളർന്നു വലുതായാൽ ഈ കുട്ടിയുടെ മാതാപിതാക്കൾക്ക് ഈ കുട്ടി തീർച്ചയായും അവരെ വഴിതെറ്റിക്കുന്നവരാകും. അങ്ങനെയുള്ള കുട്ടിയെ ഖളിർ അലൈഹിസ്സലാമ കൊന്നിട്ടുണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാൻ കൊന്നത് എന്ന് പറഞ്ഞാൽ സമ്മതിക്കോ? സമ്മതിക്കുകയില്ലെങ്കിൽ ഈസാ നബിക്ക് മാത്രം ഖാസായി വിഷയം സമ്മതിക്കാൻ പറ്റൂല. വേറൊരു വാപ്പ മോനയുടെ അർത്ഥ കൊന്ന്, എന്നിട്ട് മൂപ്പരോട് ചോദിച്ചപ്പോ പറഞ്ഞു ഇബ്രാഹിം നബി സ്വന്തം മോനെ അർത്ഥിട്ടില്ലേ? ഇബ്രാഹിം നബി സ്വന്തം മോനെ അർത്ഥിട്ടില്ലേ എന്ന് ചോദിച്ചാൽ സമ്മതിക്കോ? അത് പ്രവാചകൻ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് മാത്രം ഖാസായ സംഭവമാണ്. എങ്കിൽ ഇതുപോലെ ഖാസായ സംഭവ ഈ മറുപടി വരുമ്പോ നിങ്ങൾക്കൊക്കെ ജിന്നായിട്ട് പോകേണ്ടി വരും. എന്നാ സുഹൃത്തുക്കളെ കേട്ടോളിയും, ഇവർക്കൊരു തെറ്റു വന്നത് തിരുത്തിയാൽ അത് നമ്മൾ സമ്മതിച്ചു കൊടുക്കണം. ഇവർക്കൊരു തെറ്റ് വന്നത് അവര് തിരുത്തിയാൽ നമ്മൾ സമ്മതിച്ചു കൊടുക്കണം. നമുക്കൊരു തെറ്റ് വന്നതോ അത് സമ്മതിച്ചും തരൂല. നാട്ടിക വി മൂസ മുസ്ലിയാരും KV മുഹമ്മദ് മുസ്ലിയാരും EK ശംസുൽ ഉലമ എന്നിവർ വിളിക്കുന്ന ബഹുവന്യ പണ്ഡിതനെ സംബന്ധിച്ച് അവരുടെ ചില പത്രങ്ങളിൽ വൃത്തികേടുകൾ എഴുതി.
വൃത്തികേടുകൾ എഴുതി അവര് രണ്ടു കൂട്ടരും ഈ കെവിയും ഈക്കയും നാട്ടികയും ഈക്കയും ഒക്കെ ലീഗിന്റെ പേരിൽ അവര് പരസ്പരം വിട്ടുനിന്നപ്പോ അതിനെ സംബന്ധിച്ച് പത്തപ്പരിയം ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. പത്തപ്പരിയം പറയട്ടെ, എന്നിട്ട് നമുക്ക് വിശദീകരിക്കാം. ഈ ലീഗിനെ നമ്മൾ അങ്ങോട്ടും അത് ചെയ്തോ ആരെ ഏൽപ്പിച്ച മഹാനാകും. ഈക്ക് ഇപ്പൊ മഹാനായത് എന്തുകൊണ്ടാണ്? നിങ്ങള് ലീഗിന് വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടാണ്. എന്നാ ആ ലീഗിനെ ഈക്ക പണ്ട് എതിർത്തല്ലോ. സുന്നിയോട് വേറിട്ടിക്കണം എന്ന് പറഞ്ഞില്ലേ? അന്ന് ലീഗ് ആരാണ് നിങ്ങള്? എത്രത്തോളം പേര് പറഞ്ഞു മനുഷ്യൻ പതിച്ചാൽ മൃഗമാകും, മൃഗം മതപ്പതിച്ചാൽ സംശയമാകും എന്ന് എഴുതിക്കണം. എന്നല്ല എറപ്പൻ എഴുതിക്കണു. അടച്ചോന് കേട്ടോ, ഇത് കണ്ടങ്ങള്, ഇത് നമ്മളെ മാപ്പള നാട്, കേരള നാടിന്റെ കാരണവരാ, വരച്ചതിന് പിന്നെ വന്നതാ മാപ്പള നാട്. ഈ മാപ്പളനാട് 84 ജൂലൈ 15 എഴുതുക. ഈ എറപ്പന്മാരോ പ്രവാചകന്റെ അനന്തരാവകാശികൾ. എങ്ങനെ? ഈ എറപ്പന്മാരോ പ്രവാചകന്റെ അനന്തരാവകാശികൾ. നീ കേട്ടോളൂ കേട്ടോ, ഒരേ ഇങ്ങോട്ട് എഴുതിയിട്ട് ലേഖനത്തിൽ എഴുതുക. മഹാനായ ബാഫക്കി തങ്ങളെ രാഷ്ട്രീയത്തിലെ ജനാബത്ത് എന്ന് വിശേഷിപ്പിച്ച സൂര്യന്റെ അനുയായി. സൂര്യൻ എന്ന് പറഞ്ഞാൽ ആരെ? സംശുരലമ. ഈ കേട്ടോളിട്ടോ, ഈ ജാരസന്തതിയുടെ തന്ത ഏത്? അപ്പളനാട് എഴുതുക. ഈ ജാരസന്തതിയുടെ തന്ത ഏത്? ഇനി പത്തപ്പിനെ വന്നിട്ട് നാളെ ഈക്കനെ കുറ്റം പറഞ്ഞ് അറിയണ്ട. നിങ്ങൾ പണ്ട് എഴുതിയത് ഞാൻ വായിക്കുക. അതിൽ കേട്ടോളൂ കേട്ടോ. സമസ്തവർഷണ്ട് ജീവിച്ചിരിക്കെ അദ്ദേഹത്തിന്റെ ഒരു സന്ദേശത്തിന് പകരം കോഴിപ്പുറത്തെ കുട്ടിമാളുവിന്റെ ഓരം പറ്റി കോഴി ബിരിയാണിയും തിന്ന് കാളക്കൂറ്റിന് വോട്ട് പിടിച്ച് നടന്ന ഒരു രാഷ്ട്രീയത്തുൽ ഉലമയുടെ സന്ദേശം തന്നെ ആക്കിയത് ഈ കറക്ക് കമ്പനിയുടെ യഥാർത്ഥ മുഖം വ്യക്തമാക്കുന്നു. മാളുക്കുട്ടിയമ്മന്റെ കൂടെ നിന്ന് ബിരിയാണിയും കാളക്കൂറ്റന്റെ വോട്ടും പിടിച്ച് ബിരിയാണിയും തിന്ന് രാഷ്ട്രീയത്തുൽ ഉലമ ഈക്കനെ പറ്റിയിട്ട്. പിന്നെ വേറെ സ്ഥലത്ത് വന്ന് സൂസുൽ ഉലമ. ഇപ്പൊ പറഞ്ഞു സംശുലമാ. സംശുലമാന്ന് മാത്രല്ല, ഇപ്പൊ റിസാലത്തിന്റെ പദവിക്കും കൂടി എത്തിക്കണ. വരൂതായി നമ്മള് മരിച്ചതിന് ശേഷം ഒന്ന് ഉള്ള പറഞ്ഞു നോക്കുമ്പോ കുഴപ്പമില്ല. ജീവിതകാലത്ത് ഒരു കുട്ടി ഈക്കനെ പറ്റി വരൂതായി എന്ന് പറഞ്ഞിട്ടില്ലല്ലോ, ഉണ്ടോ? ഇപ്പൊ വലിയുള്ളായിക്കെ അത് റിസാലത്തിന്റെ പദവിക്ക് എത്തിയിക്കെ എന്തൊക്കെ പറയണത് നിങ്ങള്? എന്നല്ല നന്ദിയിൽ വന്ന് സെബുക്കരെടുക്കണ്ടെന്നൊക്കെ ഇപ്പൊ പറഞ്ഞിരണം. ഏതോ ആട്ടെ, നമുക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ സമസ്തന്റെ നിലപാടും എങ്ങനെയാണ്, തീരുമാനം എങ്ങനെയാണ്? ഇനി കേട്ടോളൂ. ഇത് കേരള നാടിന്റെ വാറ് കൂട്ടി. ഇത് പറഞ്ഞെന്താ നിങ്ങള്? ചോദ്യം, ഈ കെ അബൂബക്കർ മുസ്ലിയാർ പണ്ഡിതനല്ല എന്നാണോ നിങ്ങളെ അഭിപ്രായം? ചോദ്യം ചോദിക്കണം. അപ്പൊ ഉത്തരം, ഇബ്ലീസിന്റെ പാണ്ഡിത്യത്തിൽ നിങ്ങൾക്ക് വല്ല സംശയം ഉണ്ടോ? ആരാക്കിയത്? നമ്മളാക്കിയനോ? മാപ്പള നാടിൽ പണ്ടു കൊടുത്തതാ. അതെന്താ സംഭവം? സുഹൃത്തുക്കളെ, അപ്പോ ഈ കെ അബൂബക്കർ മുസ്ലിയാരെ നാട്ടികയും കൂട്ടരും വിമർശിച്ചതാണ് ഇത് തെറ്റിയപ്പോ. ഞാൻ അതെന്തിനാ കേൾപ്പിച്ചതെന്നറിയോ? ഇത് നാട്ടിക തിരുത്തിയിട്ടുണ്ട് എന്നാണ് സലാഹുദ്ദീൻ വെന്നിയൂർ എന്ന് പറയുന്ന SKSSF പ്രമുഖ നേതാവ് പറയുന്നത്. ഇത് ഈ കെ തിരുത്തിയിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ സമ്മതിച്ചു തരണം എന്നാണ്. അല്ലേ? ഞങ്ങൾ തിരുത്തിയതോ സമ്മതിച്ചു തരില്ല, നാടായ നാടെ കെടുകയും ചെയ്യും. നിങ്ങൾ നോക്കൂ, അദ്ദേഹം പറയട്ടെ. അപ്പൊ നിങ്ങൾ ചോദിക്കും, നാട്ടിക മുമ്പ് അങ്ങനെ എഴുതിയില്ലേ? എമ്മക്കറിയാം നിങ്ങൾ ചോദിക്കണ്ടെന്ന്. നാട്ടിക മുമ്പ് അങ്ങനെ എഴുതിയില്ലേ? കെ ഉസ്താദ് കൊണ്ട് ഇങ്ങനെ എഴുതിയില്ലേ? എഴുതിയിട്ടുണ്ട്. കെ ഉസ്താദ് കൊണ്ട് ഈ കവിച്ച് അങ്ങനെ എഴുതിയില്ലേ? നാട്ടിക ഉസ്താദ് ഇങ്ങനെ എഴുതിയില്ലേ? പലരും എഴുതിയിട്ടുണ്ട്, എല്ലാവരും എഴുതിയിട്ടുണ്ട്. ഇതെന്താ വേണം? ഞങ്ങൾ ചോദിക്കുന്നത്, മഹാനായ നാട്ടിക ഉസ്താദ് അല്ലാഹു ഖബറ പ്രകാശിപ്പിച്ച് വെളിച്ചമാറാവട്ടെ, മഹാനായ കെ വി ഉസ്താദ് അതുപോലെയുള്ള പണ്ഡിതന്മാര് ആദ്യം എന്ത് എഴുതി എന്നല്ല സഹോദരങ്ങളെ, അറിയാതെ അതല്ലെങ്കിൽ പഠിക്കാതെ അതല്ലെങ്കിൽ ചിന്തിക്കാതെ നാട്ടിക ഉസ്താദ് പോലും ഒരിക്കൽ പറഞ്ഞു തോർക്കുകയാണ്, ശംസുലയെ കുറിച്ച് എനിക്ക് പോലും മനസ്സിലാകാൻ വൈകിപ്പോയി. നാട്ടിക ഉസ്താദ് പിന്നീട് എന്നോട് നല്ല പല പരിപാടികളും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് പോലും ശംസുലമയെ മനസ്സിലാക്കാൻ വഴുകി. കാരണം ഒരു അത്ഭുതമായ മനുഷ്യനാണ്, എനിക്ക് പോലും മനസ്സിലാക്കാൻ വഴുകിപ്പോയി. അല്ലേ? മഹാനവകൾ വ്യക്തമായി പഠിച്ചു. കഴിഞ്ഞുപോയ കാലഘട്ടങ്ങളിൽ എഴുതിയൊക്കെ ഒഴിവാക്കി മരിക്കുന്നത് വരെ ശംസുലമയുടെ ഖാദിമാകാൻ മുന്നോട്ട് വന്നു. മരിക്കുന്നത് വരെ ശംസുലമയുടെ രക്തം കുടിക്കാൻ മുന്നോട്ട് വന്നല്ല. അതുകൊണ്ട് വഫാത്ത് വരെ ശംസുലമക്ക് വേണ്ടി ഗർജിച്ച നാട്ടിക ഉസ്താദ്, ശംസുലമ കാണിച്ച പാലക്ക് വേണ്ടി ത്യാഗോജ്ജലമായി പ്രവർത്തിച്ച കെ വി ഉസ്താദ്, ആ ഉസ്താദ് പഴയ കാലത്തെന്തേ പറഞ്ഞൊന്നും പറയണ്ട. അപ്പൊ പഴയ കാലത്ത് പറഞ്ഞത് പറയണ്ടെന്നാണ്. ഞങ്ങളുടെ കൂട്ടത്തിലെ ചില യുവ പണ്ഡിതന്മാർക്ക് വന്ന അബദ്ധം അവര് തിരുത്തിയത് നിങ്ങൾ സമ്മതിച്ചിട്ടില്ല, അല്ലേ? ബഹുമാനനായ ശംസുദ്ദീൻ പാലത്ത് കേരളത്തിലെ പല വേദികളിൽ തിരുത്തി. എന്നിട്ടും വേവാത്ത പരിപ്പുമായി ചില മുസ്ലിയാക്കന്മാർ സുഹൃത്തുക്കളെ നടക്കുന്നു എന്നത് സങ്കടാണ്.
ഇനി അഞ്ചാമത് നമുക്ക് മാറ്റം വന്നൊരു വിഷയം എന്ന് പറഞ്ഞ് മുസ്ലിയാർ പറഞ്ഞത് മൻഹജു സലഫ് അംഗീകരിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നാണ്. എന്താ മൻഹജു സലഫ് എന്ന് പറഞ്ഞാൽ ഖുർആനും സുന്നത്തും ഓരോരുത്തരും സ്വന്തം ബുദ്ധി അനുസരിച്ച് വ്യാഖ്യാനിക്കേണ്ടതല്ല, മറിച്ച് ഖുർആനും സുന്നത്തും മനസ്സിലാക്കുമ്പോൾ അത് മുൻഗാമികൾ എങ്ങനെ മനസ്സിലാക്കി. ഒരായത്തൊരാള് തെളിവുദ്ധരിച്ചാൽ ഇത് ആണ്ടുനേർച്ചക്ക് തെളിവാണെന്ന് പറഞ്ഞാൽ ഈ ആയത്ത് ആണ്ടുനേർച്ചക്ക് തെളിവാണെന്ന നിലയ്ക്ക് റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടുണ്ടോ, സ്വഹാബത്ത് അത് കണ്ടിട്ടുണ്ടോ, അവരത് നടപ്പിലാക്കിയിട്ടുണ്ടോ എന്ന് നോക്കണമെന്ന് പറയുന്നതാണ് മൻഹജു സലഫ്. ഇതിനെ നമ്മൾ എതിർക്കുകയായിരുന്നു പോൽ. എന്നിട്ടോ സമ്മേളന സമയത്താണോലോ അംഗീകരിച്ചത്. അത് മുസ്ലിയാര് പറയണ നിങ്ങൾ കേട്ടോളൂ. ക്രിസ്ത്യാനിസമാണ് ശരിയാണ്. ആരാണത്? ഫാദർ അലവി. അയാൾ അലവി എന്ന് പറഞ്ഞാരാ? മുസ്ലിം തറവാട്ട് ജനിച്ച ആളാണ്. നോക്കൂ നിങ്ങൾ, അദ്ദേഹം ഖുർആനാണ്. നമ്മൾ എന്താ ചെയ്യാ? ഈ ഘട്ടത്തിലാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ സമൂഹത്തിനോട് പറഞ്ഞത്, കേവലം ഖുർആൻ പോരാ, കേവലം ഹദീസും പോരാ, പിന്നെന്ത് വേണം? പൂർവികരെ കൂടി അംഗീകരിക്കണം. ഇത് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു. അന്ന് മുജാഹിദ് പറഞ്ഞു, അത് പാടില്ല, ഖുർആനും ഹദീസും മാത്രം മതി. മുജാഹിദ് പറഞ്ഞത് വേണ്ട. വേണ്ട, എവിടെ വേണ്ടെന്ന് പറഞ്ഞാൽ ഇടുക്കി എവിടെ വേണ്ടെന്ന് പറഞ്ഞേ അങ്ങോട്ട് പ്രസംഗിച്ചു പോവുകയാണ്. ഒരു ബെല്ലുമില്ല, ബ്രേക്കും ഇല്ല, ഇതാരും കാണും കേൾക്കുന്നില്ല നമ്മുടെ വിചാരം. എവിടെയാണ് ഖുർആനും സുന്നത്തും മാത്രം മതി, മുൻഗാമികളുടെ മാർഗം വേണ്ടാന്ന് ഞങ്ങൾ പറഞ്ഞത്? നിങ്ങൾ കാണിച്ചു തരും. ഒരിടത്തും കാണിക്കാൻ പറ്റൂല. പിന്നെ ഞങ്ങൾ പറഞ്ഞത് ഇതല്ലേ? ഞങ്ങൾ പറഞ്ഞത് അതല്ല. ഖുർആനും സുന്നത്തും പിന്നെ മുൻഗാമികളുടെ മാർഗം അനുസരിച്ച് ജീവിക്കണം എന്നല്ല ഞങ്ങൾ പറഞ്ഞത്. ഹമീദു ഫൈസി അമ്പലക്കടവ് തന്റെ പുസ്തകത്തിൽ എഴുതി, സാധാരണക്കാരനെ മതപണ്ഡിതനെ അനുസരിക്കൽ നിർബന്ധമാണ്, അംഗീകരിക്കൽ നിർബന്ധമാണ്. മതപണ്ഡിതൻ സത്യം പറയട്ടെ, കളവ് പറയട്ടെ, സാധാരണക്കാരന്റെ ബാധ്യത മതപണ്ഡിതൻ പറയുന്നത് അംഗീകരിക്കലാണെന്ന വിഷയത്തിൽ ഇജ്മാ ഉണ്ട്. അത് ഞങ്ങൾ പറഞ്ഞു. മുസ്ലിയാക്കന്മാര് പറയണ പച്ച നുണ തലയും കുലുക്കി അംഗീകരിക്കൽ ഫർളാണ്. നിസ്കാരം ഫർളല്ലേ? അതുപോലത്തെ ഫർളാണ് സാധാരണക്കാരന് അംഗീകരിക്കൽ. ഇജ്മാ ഉണ്ട്. ഇസ്ലാമിലെ മൂന്നാമത്തെ പ്രമാണമാണ് ഇജ്മാ. അതുണ്ട്. ഇതാ നിങ്ങൾ പറഞ്ഞത്. നിങ്ങൾ പറഞ്ഞത് ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിക്കണം എന്നല്ല, മാത്രല്ല ഖുർആൻ പഠിക്കരുത് ഞങ്ങൾ പറഞ്ഞു. സൂറത്തു ഫാത്തിഹ പോലും പഠിച്ചാൽ പ്രത്യേക സുന്നത്തില്ല എന്നാ പറഞ്ഞു. വിശുദ്ധ ഖുർആനിലെ സൂറത്തു ഫാത്തിഹ അല്ലാത്ത അധ്യായങ്ങൾ ഓതൽ നിർബന്ധമില്ല ഞങ്ങൾ പറഞ്ഞു. സൂറത്തു ഫാത്തിഹ അല്ലാത്തതിന്റെ അർത്ഥം പഠിക്കാൻ പാടില്ല ഞങ്ങൾ പറഞ്ഞു. സൂറത്തു ഫാത്തിഹന്റെ അർത്ഥം പഠിക്കൽ സുന്നത്തില്ല ഞങ്ങൾ പറഞ്ഞു. പഠിച്ചാൽ പഴച്ചു പോകുന്ന ഞങ്ങൾ പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ ഇതല്ലേ പറഞ്ഞേന്ന നല്ല ചേല. പക്ഷേ തഹ്ദീറുൽ ഇഖ്വാൻ മിൻ തർജുമത്തുൽ ഖുർആൻ എന്ന പുസ്തകം നിലനിൽക്കുന്നിടത്തോളം കാലം നിങ്ങൾക്ക് പറയാൻ പറ്റൂല. അസം മുസ്ലിയാർ പുസ്തകം തന്നെ ഇറക്കി എന്തിനറിയോ? ഖുർആൻ പരിഭാഷ പാടില്ല എന്ന് പറയാൻ വേണ്ടിയാണ്. എങ്കിൽ സുഹൃത്തുക്കളെ, ഇപ്പോൾ എപ്പോഴാണ് നമ്മൾ അംഗീകരിച്ചത്? സമ്മേളനത്തോട് കൂടെ അംഗീകരിച്ചു. ഏത് സമ്മേളനത്തോട് കൂടെ അംഗീകരിച്ചു? 80 കൊല്ലം മുമ്പ് തള്ളിയത്. എന്നിട്ട് ലഘുലേഖയൊക്കെ എടുത്ത് വായിക്കണം. നിങ്ങൾ കേട്ടോളി. സമ്മേളനത്തിന്റെ ഭാഗമായിക്കൊണ്ട് ഒരുപാട് ലഘുലേഖകൾ, നേരത്തെ പറഞ്ഞില്ലേ കോടികൾ ചെലവഴിച്ചെങ്കിൽ ലഘുലേഖകൾ വിതരണം ചെയ്തിട്ടുണ്ട്. അതിൽ പറയപ്പെട്ട ഒരുപാട് ലഘുലേഖകൾ എന്റെ കയ്യിലുണ്ട്. അതിന്റെ കൂട്ടത്തിൽ ഒരു ലഘുലേഖയിൽ പറയാണ്, കേരളത്തിൽ ധാരാളം ഭിന്നിപ്പുകൾ ഉടലെടുത്തിട്ടുണ്ട്. ഒരുപാട് പ്രസ്ഥാനക്കാരുണ്ട്. ഇസ്ലാമിക ഭരണകൂടം വേണമെന്ന് പറയുന്നവരുണ്ട്. 5 വഖ്ത് നിസ്കാരം വേണ്ട, 3 വഖ്ത് മതി എന്ന് പറയുന്നവരുണ്ട്. ഇവരൊക്കെ ഓർക്കുന്നത് നോക്കൂ നിങ്ങൾ, അവർ പറയാണ് ഇവരൊക്കെ പറയുന്നത് ഖുർആനും ഹദീസാണ്. എല്ലാവരും തങ്ങൾ ഉന്നയിക്കുന്ന വാദങ്ങൾ പറയുന്ന തെളിവ് ഖുർആനും ഹദീസും ഇവിടെയാണ്. ഇവിടെ ഈ ലഘുലേഖയിൽ പറയാണ്, കേരളത്തിലെ എല്ലാ സംഘടനകളും, മുജാഹിദാവട്ടെ, ജമാഅത്ത് ഇസ്ലാമിയാവട്ടെ, തബ്ലീഗ് ജമാഅത്താവട്ടെ, ചേകനൂരാവട്ടെ, എല്ലാ സംഘടനകളും തെളിവായി ഉദ്ധരിക്കുന്നത് ഖുർആനും ഹദീസുമാണ്. ഇവിടെയാണ് സലഫുകളുടെ മാർഗത്തിന്റെ പ്രസക്തി വർദ്ധിക്കുന്നത്. ഇവിടെയാണ് സലഫികൾ അംഗീകരിക്കണം എന്നതിന്റെ പ്രസക്തി വർദ്ധിക്കുന്നത്. ഇതല്ലേ നമ്മളും പറഞ്ഞത്? ഇതല്ലേ ഇക്കാലം വരെ സമൂഹത്തിനോട് പറഞ്ഞ കൂട്ടരെ? അല്ല കൂട്ടരെ, നിങ്ങളതല്ല പറഞ്ഞു. നിങ്ങൾ പറഞ്ഞത് ഖുർആൻ പഠിക്കരുത്, ഹദീസ് പഠിക്കരുത്. ഇമാം സുയൂത്തി പറഞ്ഞിട്ടുണ്ട്, സ്വഹീഹായ ഹദീസിനോടും സ്വഹാബത്തിന്റെ വാക്കിനോടും യോജിച്ച് കണ്ടാലും നിങ്ങൾ ശരിക്കും പഠിച്ചോളി. സാധാരണക്കാർ സ്വഹീഹായ വാക്കിനോടും സ്വഹാബത്തിന്റെ
സ്വഹീഹായ ഹദീസിനോടും സ്വഹാബത്തിന്റെ വാക്കിനോടും യോജിച്ച് കണ്ടാൽ പോലും മദ്ഹബിലില്ലാത്തത് സ്വീകരിക്കരുത്. സാധാരണക്കാരൻ മതപണ്ഡിതന്റെ കാൽ കീഴിൽ തല വെച്ച് ബുദ്ധി വെച്ച് അവർക്കെല്ലാം കൊടുത്ത് എല്ലാം ഒഴിവാക്കി അവര് പറയുന്നതും കേട്ട് നടക്കണം ഞങ്ങൾ പറഞ്ഞു. ഖുർആൻ പഠിക്കരുത് ഞങ്ങൾ പറഞ്ഞത്. എന്നിട്ട് ഞങ്ങൾ ഇപ്പൊ അംഗീകരിച്ചിരിക്കുന്നു. ഞങ്ങൾക്കറിയോ, കേരള ജംഇയ്യത്തുൽ ഉലമയാണ് കേരളത്തിൽ ആദ്യമായിട്ടുണ്ടായ സംഘടന. ആ സംഘടനയുടെ അംഗത്വ ഫോമിലുള്ളത് എന്താ അറിയോ? അംഗത്വ ഫോമിൽ ഒരാൾക്ക് ഒപ്പിടണമെങ്കിൽ ഞാൻ ഖുർആനും സുന്നത്തും മുൻഗാമികളുടെ ചര്യ അനുസരിച്ച് സ്വീകരിച്ചു കൊള്ളാമെന്ന് പറയണം. സംഘടനയുടെ അപേക്ഷാ ഫോറത്തിൽ പോലും എഴുതി വെച്ചോല ഞങ്ങള്. സംഘടനയുടെ അപേക്ഷാ ഫോറത്തിൽ പോലും നിബന്ധന വെച്ചവരാണ് ഞങ്ങൾ. മാത്രല്ല, ഞാൻ നേരത്തെ പറഞ്ഞ അമാനി മൗലവിയുടെ തഫ്സീർ അല്ലേ, ഇവിടെ ഞാൻ കാണിച്ച തഫ്സീർ, ആ തഫ്സീറിൽ തന്നെ അതിന്റെ ആമുഖത്തിൽ അമാനി മൗലവി കൃത്യമായി എഴുതി വെച്ചു. എന്ത്? ഖുർആനും സുന്നത്തും മുൻഗാമികളുടെ മാർഗത്തിലൂടെയാണ് വ്യാഖ്യാനിക്കേണ്ടത്. ഒരു പച്ച നുണ പറയണം. 5 നുണകളാണ് നമ്മളിപ്പോ ഇവിടെ പിടിച്ചത് അല്ലേ? എന്താ? ഓരോ നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചു വെച്ചോ. ഒന്നെന്താ? ഒന്ന്, നമ്മൾ മന്ത്രത്തിന്റെ കാര്യത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന വാദം മാറ്റി എന്നാണ്. രണ്ടാമത്തെ ഒന്ന് ആയത്തുൽ കുർസി പുതിയതായിട്ട് അംഗീകരിച്ചു എന്നാണ്. 3, സിഹിർ പുതിയതായി അംഗീകരിച്ചു. 4, ജിന്ന് വിഷയത്തിൽ ജിന്നുണ്ട് എന്ന പോലത്തെ കാര്യങ്ങൾ പുതുതായി അംഗീകരിച്ചു. 5, മൻഹജ് അഥവാ ഖുർആനും സുന്നത്തും മുൻഗാമികളെ മാർഗമനുസരിച്ചാണ് സ്വീകരിക്കേണ്ടത് എന്നത് പുതുതായി അംഗീകരിച്ചതാണെന്നാണ്. ഇതൊന്നും പുതുതായി അംഗീകരിച്ചതല്ല എന്നാ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഉണ്ടാക്കിയ മാറ്റം നിങ്ങൾക്കൊരിക്കലും മാറ്റം വരാൻ പാടില്ല. കാരണം എന്താ അറിയോ? പണ്ഡിതന്മാര് പറഞ്ഞത് അപ്പടി സ്വീകരിച്ചു പോകണ്ടോല ഞങ്ങള്. ഖുർആനും സുന്നത്തും വരെ നോക്കണ്ട. അതുകൊണ്ട് നിങ്ങൾക്ക് മാറ്റം ഉണ്ടാകാൻ പാടില്ല വസ്തുത അനുസരിച്ച്. പക്ഷേ നിങ്ങൾക്ക് 2 വിധത്തിലുള്ള മാറ്റം വന്നാണ്. ഒന്ന്, സമസ്ത എന്ന സംഘടന പണ്ട് തീരുമാനിച്ചത് ഇപ്പോൾ മാറ്റിയത്. 2, ഇസ്ലാം എന്ന് പറയുന്ന മഹത്തായ ദീന് 1400 കൊല്ലം മുമ്പ് പറഞ്ഞത് നിങ്ങൾ മാറ്റിയത്. ഞങ്ങൾ 80 കൊല്ലം മുമ്പ് പറഞ്ഞത് മാറ്റിയതല്ല നിങ്ങൾ പറഞ്ഞ്. നിങ്ങൾ 1400 കൊല്ലം മുമ്പ് പറഞ്ഞതാ മാറ്റിയത്. എന്താ നേരത്തെ പറഞ്ഞത് മാറ്റിയത്? കേട്ടോ, ചികിത്സാരംഗത്തെ നിലപാട് നിങ്ങൾ മാറ്റിയിട്ടില്ലേ? പണ്ടത്തെ ചികിത്സ എന്താ? പണ്ടത്തെ ചികിത്സ, ഒരു പെണ്ണിന് പ്രസവ വേദന വന്നാൽ പാട്ടുപാടി നബീസത്ത് മാലപാടി വല്ലാക്ക വരാന്തയിരിക്കും. പെണ്ണ് റൂമിന്റെ അകത്ത് കിടന്ന് പ്രസവ വേദന സഹിക്കാതെ പെൺകുട്ടികൾ മരിച്ചു തീരും. അവർക്ക് അവരുടെ കുഞ്ഞുങ്ങളെപ്പോലും കിട്ടാത്ത സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. ബുർദ പാടിയിരുന്നില്ലേ രോഗചികിത്സക്ക് വേണ്ടി ബുർദ പാടിയിരുന്നില്ലേ? സബീന കിതാബുകൾ അവലംബിച്ചിരുന്നില്ലേ? ഇതാ ഇപ്പോഴും ബദർമാലകളിൽ കാണുന്നതെന്താ? വസൂരി ബാധിച്ചാൽ ബദർമാല പാടണമെന്നല്ലേ? കോളറ വന്നാൽ കൊടിയും പിടിച്ച് നാടിന്റെ ദിക്കുകളിലൂടെ ബാങ്കും കൊടുത്ത് നടക്കണമെന്നല്ലേ പഠിപ്പിച്ചത്? അതിന്നുണ്ടോ? ഇന്ന് വസൂരി വന്നാൽ, കോളറ വന്നാൽ, അസുഖം വന്നാൽ, പ്രസവിക്കേണ്ട സമയം വന്നാൽ ആരാ മല്ലാക്കാനെ വിളിക്കല്? നേരെ കാറെടുത്തിട്ട് ആശുപത്രി കൊണ്ടുപോകും. ഉസ്താദും ഭാര്യയും പോകെ എങ്ങട്ടാ? ഹോസ്പിറ്റലിലാണ്. എന്തിനാ? ചെക്കപ്പിനാണ് എന്നാണ് അല്ലേ? ചെക്കപ്പിനാണ് എന്നാണ്. നിങ്ങൾ മാറ്റിയോ? ദീനുൽ ഇസ്ലാമിന്റെ പേരിൽ നിങ്ങൾ പ്രചരിപ്പിച്ചത് അതൊക്കെ. ഇതെന്താ ഇംഗ്ലീഷ് മരുന്ന് പോലെ എക്സ്പയറി ഡേറ്റ് ഉള്ള സാധന? ഇംഗ്ലീഷ് മരുന്നുണ്ടാവും അങ്ങനെ 2008 ജൂലൈ 8 വരെ പറ്റുള്ളൂ. പിന്നെ അത് മെഡിക്കൽ ഷോപ്പിൽ പിന്നെ വെച്ചാല് ഹെൽത്ത് ഓഫീസേഴ്സ് വന്നെന്ത് ചെയ്യും? റൈഡ് ചെയ്യും. പിന്നെ മെഡിക്കൽ ഷോപ്പിന്റെ ലൈസൻസ് ക്യാൻസൽ ചെയ്യും. ഈ നിലയ്ക്ക് ചരടും മന്ത്രവും അതുപോലെ തന്നെ മാലകളും അത് ഇസ്ലാമിന്റെ പേരിൽ ചികിത്സയാക്കി കൊണ്ടു നടന്നൊരു കാലുണ്ട്. മുസ്ലിയാർ വന്നു പൊട്ടിക്കും. അത് തെളിയിക്കണം. അപ്പൊ തെളിയിച്ചു തരും. ഇൻഷാ അല്ലാഹ് തെളിയിച്ചു തരും, ഒരു സംശയമല്ല. ഇപ്പൊ തന്നെ ചിലത് തെളിയിക്കും. അത് തെളിയിക്കാൻ ചോദിക്കണതിന് മുമ്പ് മുസ്ലിയാക്കന്മാര് പ്രായം ചെന്ന രക്ഷിതാക്കളോട് ചോദിക്കണം, എങ്ങനെയൊക്കെ ഉണ്ടായിരുന്നോ? പ്രസവ വേദന വന്നാൽ മാലകൾ പാടി പ്രസവിപ്പിച്ചിരുന്നോ? ഡോക്ടറെ കാണിക്കാൻ പോകുന്നത് 2ാം നമ്പറായി കണ്ടിരുന്നോ എന്നൊക്കെ ഒന്ന് അന്വേഷിക്കണം. സുഹൃത്തുക്കളെ, ചാലിയത്തൊരു ശൈഖിനെ പരിചയപ്പെടുത്താണ്. ആ ശൈഖ് ചെയ്ത പണി എന്താ അറിയോ? വസൂരി വന്നപ്പോ, കോളറ വന്നപ്പോൾ മൂപ്പര് കൊടിയെടുത്തിട്ട് ഓടിയുന്ന പാടിയിട്ടാണ് അത് പഠിപ്പിക്കണത്. പാട്ടിലൂടെയാണ് പഠിപ്പിക്കുന്നത്. അഥവാ അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ചികിത്സയായിരുന്നു കോളറ, വസൂരി പോലത്തത് വന്നാൽ ചികിത്സിക്കലോ, സൂചി വെക്കലോ, ഇഞ്ചക്ഷൻ എടുക്കലോ, മരുന്ന് പിടിക്കലോ അല്ല. പിന്നെ കൊടിയെടുത്തിട്ട് നാടിന്റെ നാനാ ദിക്കുകളിലൂടെയും എന്ത് ചെയ്യണം? ബാങ്കും കൊടുത്ത് നടക്കണം. അപ്പോഴേ വസൂരി പോകുള്ളൂ എന്നാണ്. ചാലിയത്തെ ശൈഖിന്റെ വിശേഷങ്ങളുമായി നമ്മുടെ ചില സുഹൃത്തുക്കൾ ലൈനിലുണ്ട്, കേട്ടോളൂ.
ഹമദാൻ കുടുംബത്തിൽ ജനിച്ച ഷെയ്ഖ് നൂറുദ്ദീനുൽ ഹമദാനി റളിയല്ലാഹു അൻഹു ചാലിയത്ത് മറവിട്ട് കിടക്കുന്ന ഒരു ആത്മീയ ജ്യോതിസാണ്. കുടുംബ പരമ്പരയിലൂടെ ഒന്നാം ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൽ എത്തിച്ചേരുന്ന നൂറുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു സുഹ്റവർദി തുരീഖത്തിലൂടെ ജീവിതം സമ്പുഷ്ടമാക്കി നിരവധി കറാമത്തുകൾ പ്രകടമാക്കിയ വ്യക്തിത്വം കൂടിയാണ് ആ മഹാന്റെ ജീവിതത്തിലൂടെ. നൂറുദ്ദീൻ ശൈഖോലിയെ മഹാനായ നിധിയെ മറപ്പെട്ട് ചാലിയം മണ്ണില്ലോലിയെ. നൂറുദ്ദീൻ ശൈഖോലിയെ മഹാനായ നിധിയെ മറപ്പെട്ട് ചാലിയം മണ്ണില്ലോലിയെ. നൂറുദ്ദീൻ ശൈഖോലിയെ മാരകരോഗം കോളറ പിടിച്ച് മാറാതെ ജനങ്ങൾ വിഷമം സഹിച്ച് മരുന്നും ഫലിക്കാതെ മരണം വരിച്ച് മഹാനളിറത്തിൽ ചെന്ന് ഖേദം അറിച്ച് പിന്നെ കൊടിയുമായി ഇടവഴിയിലും പോയി ആ നാശത്തെ ഈ നാട്ടിൽ നിന്നും ആട്ടിയോടിച്ചു. നൂറുദ്ദീൻ ശൈഖോലിയെ മഹാനായ നിധിയെ മറപ്പെട്ട് ചാലിയം മണ്ണില്ലോലിയെ. നൂറുദ്ദീൻ ശൈഖോലിയെ എങ്ങനെയുണ്ട്? ആളുകൾക്ക് രോഗം വന്ന് വിഷമിച്ചപ്പോ എല്ലാ ഇടവഴികളിലൂടെയും കൊടിയും കൊണ്ട് നിങ്ങൾ ഓടിയില്ലേന്നാ. ഇപ്പൊ നിങ്ങൾക്ക് ആ ചികിത്സ ഉണ്ടോ? ഇത് അഹ്ലുസുന്നത്താ? നിങ്ങള് മാറ്റിയിട്ടുണ്ടോ? ഞങ്ങള് മാറ്റി എന്ന് പറഞ്ഞുകൊണ്ടാ ഈ തല്ല് വാങ്ങണേ. വാങ്ങിക്കോ, ഇനി വാങ്ങിയേ പറ്റുള്ളൂ. ഒന്ന്, ചികിത്സാ രംഗത്ത് നിങ്ങൾ പണ്ട് സ്വീകരിച്ച നിലപാടുകൾ അപ്പാടെ മാറ്റി. മരുന്നിന്റെ കൂടെ അതും കൂടി ഇരുന്നോട്ടെ. മന്ത്രോളജിയും മുട്ടോളജിയും ഏലസോളജിയും ഒക്കെ ഗൈനക്കോളജിന്റെയും കാർഡിയോളജിന്റെയും ഒക്കെ അപ്പുറത്ത് ഇരുന്നോട്ടെ. നല്ലൊരു മുസ്ലിയാർക്ക് പോസ്റ്റ് ആയല്ലോ സുഹൃത്തുക്കളെ. അപ്പൊ നോക്കൂ നിങ്ങൾ, അപ്പോ ചികിത്സാ രംഗത്ത് മാറ്റി. നമ്പർ ടെണിക്കോ. ഇനി രണ്ടാമത്തത് മദ്രസ വിദ്യാഭ്യാസം. മദ്രസങ്ങൾക്ക് പണ്ട് പറ്റൂലായിരുന്നു. മദ്രസ വിദ്യാഭ്യാസത്തെ ഞങ്ങൾ എതിർത്തു. താജുദ്ദീൻ സലാഹി പ്രസംഗിച്ച് നടക്കുന്നുണ്ട് എന്നാ. നിങ്ങൾ എഴുതിച്ചതുകൊണ്ടാ പ്രസംഗിച്ച് നടക്കണേ. നിങ്ങൾ എഴുതിച്ചതുകൊണ്ടാ പ്രസംഗിച്ച് നടക്കണേ കേട്ടോ. എന്താ സുന്നി സ്റ്റേജ് പണ്ട് ഹീറോടെ വാദിച്ച എതിർത്ത പല കാര്യങ്ങളും പിൽക്കാലത്ത് അംഗീകരിച്ചിട്ടുണ്ട്. എന്നിട്ട് പറയാ, ആദ്യ കാലഘട്ടങ്ങളിൽ മദ്രസ പ്രസ്ഥാനത്തെ എതിർത്ത നമുക്ക് ഇന്ന് കേരളത്തിൽ ഏറ്റവും മദ്രസകൾ ഉള്ളത്. ആദ്യ കാലഘട്ടത്തിൽ മദ്രസയെ നമ്മൾ എതിർത്തിരുന്നു. എവിടെയാണ് ഞങ്ങൾ മദ്രസനെ എതിർത്തത് നിങ്ങൾ ചോദിച്ചല്ലോ. ഇതാ നിങ്ങളുടെ സ്വന്തം പ്രസിദ്ധീകരണത്തിൽ വന്നിരിക്കുന്നു. ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയണം. അതിന്റെ ആദ്യ ഭാഗം വായിക്കണം, അവസാന ഭാഗം വായിക്കണം. അത് ആദ്യ ഭാഗം വായിച്ചതുകൊണ്ടോ അവസാന ഭാഗം വായിച്ചതുകൊണ്ടൊന്നും നടുക്കുള്ളത് പോവില്ല. അത് അവിടെ തന്നെ ഉണ്ടാകും. എന്താ? മദ്രസ വിദ്യാഭ്യാസത്തെ എതിർത്തു. കുരുന്നുകൾക്ക് ചാലിലകത്തിനെ പോലെയുള്ള മഹാത്മാക്കൾ അവര് ബോഡി കെട്ടി കുട്ടികളുടെ കയ്യിൽ എഴുത്തുപലക കൊടുത്ത് അലിഫും ബാവും എഴുതിച്ച കാലത്ത് മദ്രസ പ്രസ്ഥാനത്തെ എതിർത്ത നിങ്ങൾ നിലപാട് മാറ്റി. ആരാ നിലപാട് മാറ്റിയത്? നിങ്ങൾ തന്നെയാണ് നിലപാട് മാറ്റിയത്. നിങ്ങൾ തന്നെയാണ് നിലപാട് മാറ്റിയത്. സ്വന്തം നിലപാട്, സംഘടന തീരുമാനിച്ച നിലപാട്, നേതാക്കന്മാരെടുത്ത നിലപാട് മാറ്റി എന്നല്ല. അപ്പൊ തമ്മത്തല്ല. ആർക്കാ തോന്നെ മദ്രസ്? ആരുതാ മദ്രസ് എന്നുള്ള തല്ല രണ്ടുകൂട്ടരും തമ്മിൽ അല്ലേ? ഏത്? ആദ്യകാലത്ത് വീറോടെ എതിർത്തു എന്നാ കേട്ടോ. ഞാൻ വായിച്ചരാ, ഒന്നുകൂടി വായിച്ചരാ. ഏത്? പണ്ട് വീറോടെ വാദിച്ച എതിർത്ത പല കാര്യങ്ങളും പിൽക്കാലത്ത് അംഗീകരിച്ചിട്ടുണ്ട്. എതിർത്ത് പറ്റൂല എന്ന് പറഞ്ഞ് ശക്തമായിട്ട് എതിർത്ത കാര്യങ്ങൾ അതിലൊന്ന് പറയാ. ഏത്? ആദ്യകാലങ്ങളിൽ മദ്രസ പ്രസ്ഥാനത്തെ എതിർത്ത നമുക്കാണ് ഇന്ന് കേരളത്തിൽ ഏറ്റവും അധികം മദ്രസകൾ ഉള്ളത് അല്ലേ? പണ്ട് മദ്രസനങ്ങൾ എതിർത്തു. അന്ന് മദ്രസ എതിർക്കൽ ദീനായിരുന്നു. അന്ന് മദ്രസ എതിർക്കൽ അഹ്ലുസുന്നത്തായിരുന്നു. മദ്രസ അംഗീകരിക്കൽ അഹ്ലുസുന്നത്തിന്റെ പുറത്തായിരുന്നു. ഇന്നോ മദ്രസയെ അംഗീകരിച്ചെന്ന് മാത്രല്ല, എണ്ണം പറഞ്ഞ് രണ്ടുകൂട്ടരും തല്ലൂട. ഒരു മുസ്ലിയാർ പറയാ, ഞങ്ങൾക്ക് 8,000-ഓളം മദ്രസ ഉണ്ട്. മൂപ്പര് പറയും
1925 മുതൽ ഇവിടെ പ്രവർത്തിച്ചു വരുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് 8500-ൽ പരം മദ്രസകൾ ഇന്ന് കേരളത്തിലുണ്ട്. 80,000-ൽ പരം മുഅല്ലിമീങ്ങൾ സേവന രംഗത്തുണ്ട്. അതുപോലെ തന്നെ 300 ചില്ലാൻ റേഞ്ചുകളിലായി വ്യവസ്ഥാപിതമായി നടന്നുകൊണ്ടിരിക്കുന്ന ഈ സംവിധാനത്തിന് സർക്കാരിൽ നിന്നൊരു ഗ്രാൻഡോ അതല്ലെങ്കിൽ സഹായമോ നമ്മുടെ 1925 മുതൽ ഇവിടെ പ്രവർത്തിച്ചു വരുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് 8500-ൽ പരം മദ്രസകൾ ഇന്ന് കേരളത്തിലുണ്ട്. 80,000-ൽ പരം മുഅല്ലിമീങ്ങൾ സേവന രംഗത്തുണ്ട്. അപ്പൊ മറ്റേ മുസ്ലിയാര് പറയാ 8000 ഉണ്ട് നിങ്ങൾ പറഞ്ഞില്ലേ, ആ 8000-ൽ 5000 ഞങ്ങളതാ, ബാക്കി പിന്നെ ഞങ്ങൾക്ക് 3000 ഉണ്ടാകുള്ളൂ. അതുകൂടിയും കേട്ടോളി. ഈ തറവാട്ടിൽ ആ 8000 മദ്രസ ഉണ്ടെന്ന് നിങ്ങൾ സമ്മതിച്ചതിൽ 5000-ഉം ഞങ്ങളുടേതാണ്. ആ 5000 ഞങ്ങൾക്ക് തന്നാൽ പിന്നെ നിങ്ങളെ കയ്യിലുണ്ടാകാം ബാക്കി 3000. ഈ തറവാട്ടിൽ ആ 8000 മദ്രസ ഉണ്ടെന്ന് നിങ്ങൾ സമ്മതിച്ചതിൽ 5000-ഉം ഞങ്ങളുടേതാണ്. ആ 5000 ഞങ്ങൾക്ക് തന്നാൽ പിന്നെ നിങ്ങളെ കയ്യിലുണ്ടാകാം ബാക്കി 3000. അപ്പൊ മറ്റേയാൾക്ക് സഹിച്ചില്ല. മൂപ്പര് ചോദിച്ചേ, അങ്ങനെയാണെങ്കിൽ നിങ്ങളെ വെബ്സൈറ്റിൽ നിങ്ങളതൊന്ന് പ്രസിദ്ധീകരിക്കും. ഞങ്ങളെ വെബ്സൈറ്റിലുണ്ട് ഞങ്ങളെ മദ്രസന്റെ പേരും എണ്ണൊക്കെ. നിങ്ങളെ വെബ്സൈറ്റ് എന്തേ നിങ്ങൾക്ക് ഒരു വെബ്സൈറ്റ് ഇല്ലാത്തത്? വെബ്സൈറ്റിലാണ് പ്രസിദ്ധീകരിക്കുന്ന. കേട്ടോളി. ആത്മീയമായി പറഞ്ഞാൽ ഗുരുനാഥന്മാരുടെ പരമ്പരയെ ധിക്കരിച്ചുകൊണ്ട് തന്റെ ഗുരുവിന്റെ ഗുരു നേതൃസ്ഥാനത്തിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ സ്ഥാനത്ത് അവരോധിതനായി ഒരു സംഘടന ഉണ്ടാക്കി ജനങ്ങളെ ഭിന്നിപ്പിച്ചവർ ഇന്ന് കേരളത്തിൽ എത്ര മദ്രസകൾ നടത്തുന്നുണ്ട് കണക്ക് അവർ പറയട്ടെ. www.samatha.org നിങ്ങൾ ഞെക്കിയാൽ സമത്തക്ക് എത്ര മദ്രസന്റെ കമ്പ്യൂട്ടറിൽ തെളിയും. എല്ലാ വീട്ടിലും കമ്പ്യൂട്ടറിന്റെ കാലമല്ലേ. കാന്തപുരത്തിൽ എത്ര മദ്രസയുണ്ടെന്ന് കമ്പ്യൂട്ടറിൽ എന്താ കൊടുക്കാത്തത്? എന്താ നിങ്ങൾക്ക് .com സൃഷ്ടിക്കാൻ കഴിയില്ലേ? നിങ്ങൾക്ക് അതിന് സംവിധാനമില്ലേ? എന്തുകൊണ്ടില്ല? നിങ്ങളുടെ മദ്രസയുടെ എണ്ണം കൃത്യമായി കമ്പ്യൂട്ടറിൽ എന്ന് കൊടുക്കും. ഞങ്ങൾ വെല്ലുവിളിക്കുന്നു, നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമോ? ഈ തക്ബീറിനെ സംബന്ധിച്ച നേരത്തെ കാസിമി പറഞ്ഞേ, ആവശ്യമില്ലാത്തടത്തുള്ള തക്ബീർ എന്ന് പറഞ്ഞല്ലോ. ശരി, അപ്പൊ മറ്റേ ടീമിന് സഹിച്ചില്ല. വേണ്ടാന്ന് വീറോടെ വാദിച്ച ആളുകളോട് വെബ്സൈറ്റിലാണ് കൊടുക്കണം എന്ന് പറഞ്ഞപ്പോ, നിങ്ങളെ വെബ്സൈറ്റ് ഞങ്ങൾക്കറിയാം, നിങ്ങളെ വെബ്സൈറ്റ് ഞങ്ങൾക്കറിയാം. പണ്ട് മന്ത്രിമാരായവരെ പേരല്ലേ എപ്പോഴും നിങ്ങളെ വെബ്സൈറ്റിലുള്ളത്. ഏതൊക്കെ മന്ത്രിമാരാന്ന് കേട്ടോളി. ഇവിടെ പ്രസംഗിച്ച ആളുകൾ പറഞ്ഞു ഞങ്ങളുടെ വെബ്സൈറ്റിലുണ്ട്. വെബ്സൈറ്റിൽ ഇപ്പോഴും മന്ത്രി ഉഞ്ഞാലിക്കുട്ടിയാ. ആ വെബ്സൈറ്റ് ഈ വെബ്സൈറ്റിന്റെ കാര്യമൊന്നും ഇവിടെ ആരും പറഞ്ഞ് പഠിപ്പിക്കേണ്ടതില്ല. ആ വെബ്സൈറ്റിൽ അടിച്ചു നോക്കിയാൽ ഇപ്പോഴും വിദ്യാഭ്യാസ മന്ത്രി ബഷീർ. ഇവിടെ പ്രസംഗിച്ച ആളുകൾ പറഞ്ഞു ഞങ്ങളുടെ വെബ്സൈറ്റിലുണ്ട്. വെബ്സൈറ്റിൽ ഇപ്പോഴും മന്ത്രി ഉഞ്ഞാലിക്കുട്ടിയാ. ആ വെബ്സൈറ്റ് ഈ വെബ്സൈറ്റിന്റെ കാര്യമൊന്നും ഇവിടെ ആരും പറഞ്ഞ് പഠിപ്പിക്കേണ്ടതില്ല. ആ വെബ്സൈറ്റിൽ അടിച്ചു നോക്കിയാൽ ഇപ്പോഴും വിദ്യാഭ്യാസ മന്ത്രി ബഷീർ. ഇപ്പോഴും വിദ്യാഭ്യാസ മന്ത്രി ബഷീറാണ്. കാലെത്രായി എന്നാണ് അല്ലെ? ഒന്നും കൂടി വായിച്ചു കൊടുക്കുകയും പണ്ട് എഴുതിയത്, പണ്ട് വീറോടെ വാദിച്ച എതിർത്ത പല കാര്യങ്ങളും പിൽക്കാലത്ത് അംഗീകരിച്ചിട്ടുണ്ട്. ആദ്യകാലങ്ങളിൽ മദ്രസ പ്രസ്ഥാനത്തെ എതിർത്ത നമുക്കാണ് ഇന്ന് കേരളത്തിൽ ഏറ്റവും അധികം മദ്രസ ഉള്ളത്. ആ മദ്രസക്കാണ് ഈ തല്ലുംപുടിയും. പണ്ട് നിങ്ങൾക്ക് ഇത് ദീനായിരുന്നു അല്ലെ? ഇത് നിങ്ങൾ പറയിപ്പിച്ചതാണ് ഞങ്ങളെ കൊണ്ട്. പണ്ട് നിങ്ങൾക്ക് ഇത് ദീനായിരുന്നു. പിന്നെന്താ അറിയോ? മദ്രസ പാഠപുസ്തകമാണ്. മൂപ്പര് ഇവിടെ പറഞ്ഞു വലിയൊരു വിഷയം. നിങ്ങളെ മദ്രസ പാഠപുസ്തകത്തിൽ അന്നുണ്ടായ പലതും ഇന്നില്ല, ഇന്നുള്ള പലതും അന്നില്ല എന്നാണ്. നിങ്ങളെ മദ്രസ പാഠപുസ്തകം ഞങ്ങൾ കാണിച്ചു തരാ. നിങ്ങളെ മദ്രസ പാഠപുസ്തകം കാണിച്ചു തരാം. അതിന്റെ മുമ്പ് നിങ്ങളെ മദ്രസ പാഠപുസ്തകത്തിന്റെ ഫളില് ഇവിടെ പറയുന്നുണ്ട് ഒരാള്. എന്താ അറിയോ? ഇവരെ മദ്രസ പാഠപുസ്തകത്തിലുള്ള ഇൽമ എന്താണ്, വിജ്ഞാനം എന്താണ്, വീറോടെ വാദിച്ച് ഇവര് കൊണ്ടു നടക്കുന്ന 8000 മദ്രസയിലെ സിലബസ് എന്താണെന്ന് കേട്ടോളി. പുതുക്കിച്ച് വായിക്കാൻ നിങ്ങൾ അവരെ പാഠപുസ്തകം നോക്കി മണ്ടൻ ഉണ്ടതെന്നു. ഇതാണ് അവരെ പുസ്തകം പഠിപ്പിച്ചപ്പോ പുതുതാക്കി പഠിപ്പിച്ചത്. പുതിയ പുസ്തകം മാറ്റിയിട്ട് ആ പുസ്തകത്തിൽ ഇപ്പോൾ ഉള്ളതെന്താ? മണ്ടൻ ഉണ്ടതെന്നു. കേട്ടോ, ഉണ്ടതെന്ന മണ്ടൻ പിന്നെ ഇങ്ങനെ പോവല്ലേ. അപ്പൊ മണ്ടൻ കുണ്ടിൽ ചാടി. അതൊക്കെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ്. മണ്ടൻ ഉണ്ടതെന്നതും കുണ്ടിൽ ചാടിയതും. അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് മുദ്രാവാക്യം എന്താണ്, പാഠപുസ്തകം എന്താണ്, കുട്ടികൾക്ക് പഠിപ്പിക്കേണ്ടത് എന്താണ് എന്നൊക്കെ വിദ്യാഭ്യാസ വിചക്ഷണന്മാരിരുന്നുകൊണ്ട് മഹാനായ അല്ലാമ ഖമറുൽ ഉലമ ശൈഖുന കാന്തപുരം മനസ്സിലാക്കണം. അദ്ദേഹം ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ, അമേരിക്കൻ രാജ്യങ്ങളിൽ, യൂറോപ്യൻ രാജ്യങ്ങളിൽ, ആഫ്രിക്കൻ രാജ്യങ്ങളിൽ, ദക്ഷിണാഫ്രിക്കൻ രാജ്യങ്ങളിൽ, ഏഷ്യൻ രാജ്യങ്ങളിൽ, അതുപോലെ തന്നെ മധ്യേഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് വ്യത്യാസമില്ലാതെ ലോകത്തിന്റെ എല്ലാ രാഷ്ട്രങ്ങളിലും ഓടി നടന്ന് പരിശുദ്ധരായ മുസ്ലിമീങ്ങളിൽ മറ്റെല്ലാ മതവിഭാഗത്തെയും തോളോട് തോള് ചേർന്ന് പ്രവർത്തിക്കണമെന്ന ആഹ്വാനവുമായി, സ്നേഹത്തിന്റെ കാരുണ്യത്തിന്റെ വർഷവുമായി ബഹുമാനപ്പെട്ടവർ ലോകത്തിന്റെ നാനാഭാഗത്തും
പരിശുദ്ധ ഇസ്ലാമിന്റെ അടിസ്ഥാന ആശയങ്ങളിൽ സുന്നത്ത് ജമാഅത്തിന്റെ ആശയത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ എല്ലാ രാജ്യങ്ങളിലും അദ്ദേഹം പര്യടനം നടത്തുന്നു. മുസ്ലിം പണ്ഡിതന്മാരെ ഏകോപിപ്പിച്ചുകൊണ്ട് ഒരു മുസ്ലിം മുന്നേറ്റം മറ്റെല്ലാ മതവിഭാഗങ്ങളുടെയും അവകാശങ്ങളും അധികാരങ്ങളും നിലനിർത്തിക്കൊണ്ടും അവരോട് സ്നേഹത്തിലും സൗഹാർദ്ദത്തിലും തന്നെ വർത്തിക്കണമെന്ന് ആണയിട്ട് ഉറപ്പിച്ച് പഠിപ്പിച്ചുകൊണ്ടും ഒരു പണ്ഡിത മുന്നേറ്റം നടത്തുകയാണ് ബഹുമാനപ്പെട്ട. അപ്പൊ ഈ ജാതി മണ്ടൻ ഉണ്ടെന്ന സിലബസ് പഠിക്കുമ്പോ അതിന്റെ ഇൽമല്ലേ ഉണ്ടാവുള്ളൂ അല്ലേ? ഞങ്ങളെ ഇൽമിന്റെ ആഴവും വീതൊക്കെ പരിശോധിച്ചല്ലോ. പരിശോധിച്ചത് കൊണ്ട് അല്ലെങ്കിൽ ഇയാൾ സ്ഥിരം പരിശോധിക്കാറുള്ളത് കൊണ്ട് മണ്ടൻ ഉണ്ടെന്ന സിലബസ് പഠിച്ച ആൾക്കാരെ ഇൽമ പറയുന്നുണ്ട്. അതുകൂടി കേട്ടോളി. ഇവരിപ്പോ വിഷമിച്ചതും അതിൽ തന്നെയാണ്. അസരത്തങ്ങളെ ബസ്സിണ്ടാക്കിയത് അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയും ആ കൂട്ടത്തിന് മട്ടം പോലെ ഒന്ന് ഗൾഫിൽ പോയി അറബിലോട് സംസാരിക്കാൻ പറ്റുമല്ലോ. അതുകൊണ്ട് തന്നെയാണ് ഈ ഗവൺമെന്റ് ഒന്ന് കിട്ടാത്തതും ഒക്കെ ഇൻഷാല്ലാ ഞാൻ വിശദീകരിച്ചു തരാം. കാരണം ഇവരും ആ വേഗമായിട്ട് കള്ളിത്തുണിയിട്ടാണ് ഇറങ്ങിച്ചൊല്ലും. ചെന്ന് നോക്കുമ്പോ അങ്ങനെ അലുസ്താർ വെള്ളം കുടിക്കല്ലേ, എന്നാ കുടിച്ചാളാന്ന് കൂൾബാർക്ക് ഇവിടെ കയറൂല, അവിടെ എരിച്ചു നോക്കിയാ ആയുസ് കുറയും. ഐസ്ക്രീം എന്നാണ് ഇത് അറബിയിൽ ഐസ്ക്രീം ആയുസ് കുറയും. ഈ കോലത്തിലൊക്കെ അറബി വായിച്ചാല് നല്ല വട്ടം ഉണ്ടാവൂലേ. അപ്പൊ ഇങ്ങനെ ഒരു സ്വീപ്പാക്കി. അതേ സമയത്തോ പിന്നെ ബഹുമാനപ്പെട്ട AP ഉസ്താദ് അങ്ങനെയല്ല. AP ഉസ്താദ് ആണെങ്കിലോ നേർക്ക് നേരെ ചെല്ലും, വിഷയങ്ങളൊക്കെ വ്യക്തമായിട്ട് അങ്ങോട്ട് അവതരിപ്പിക്കും. അതുകൊണ്ട് തന്നെ അതിന്റെ മെച്ചവും കിട്ടും. ഇവിടെ എന്തും. അപ്പൊ സുഹൃത്തുക്കളെ, ഈ ജാതി ആളുകളാണ് ഞങ്ങളെ പാഠപുസ്തകത്തിന്റെ നേരെ വിമർശനം ഉന്നയിക്കുന്നത്. അപ്പൊ ആ വിമർശനത്തിന് അത്ര കരുത്തേ ഉണ്ടാവുള്ളൂ. എന്താ അറിയോ, പണ്ട് എഴുതിയ ചില ഇതിലെ കുനൂത്ത് ഉണ്ടായിരുന്നു, ഇപ്പൊ ഉണ്ടായിരുന്നില്ല എന്നാ. ഞാൻ എന്റെ കാരണം വിശദീകരിച്ചു. ഞങ്ങളെ ആദ്യകാലത്ത് ഉണ്ടായിരുന്ന ചില പണ്ഡിതന്മാർ പള്ളി ദർസിൽ നിന്ന് വന്ന മുസ്ലിയാക്കന്മാരായിരുന്നു. അവർ പടിപടിയായി വിഷയങ്ങൾ പഠിച്ചു തിരുത്തിയപ്പോൾ സ്വാഭാവികമായും ആ നിലക്ക് അവർ തിരുത്തിയിട്ടുണ്ട്. ഇനി ഈ പറയുന്ന ആളുകളെ പാഠപുസ്തകോ ഇത് അൽ കിതാബു സാലിസ് ഫിൽ അമലിയാത്ത് ബ്രാക്കറ്റിൽ ഹനഫി മൂന്നാം തരത്തിലേക്ക് പ്രസിദ്ധീകരിച്ചതാണ്. 1978 പ്രസിദ്ധീകരിച്ചത് ഇല്ലേ. ഇതിൽ നിസ്കാരത്തിന്റെ ഫർള് പറയുന്നുണ്ട്. എത്ര അറിയോ? ഫറൂദ് സലാത്ത് പറയാം. നമസ്കാരത്തിന്റെ ഷർത്തുകൾക്ക് പുറമെ ഫർളുകളും വാജിബുകളും സുന്നത്തുകളും ആദാബുകളും ഉണ്ട്. നല്ല അറബി മലയാളത്തില്. എന്നിട്ട് അതില് 7ാമത്തെ നിങ്ങൾ കേട്ടോളി. നമസ്കാരത്തിൽ നിന്ന് അവന്റെ പ്രവൃത്തി കൊണ്ട് പുറപ്പെടൽ. നമസ്കാരത്തിൽ നിന്ന് അവന്റെ പ്രവൃത്തി കൊണ്ട് പുറപ്പെടൽ. ഇതങ്ങനെ നാട്ടിൽ ഉപയോഗമില്ലാത്തൊരു ഭാഷയാണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അത് വായിക്കുമ്പോ ഒരു അമ്പരങ്ങനെ പ്രതീതി ഉണ്ടാവും. എന്താ അറിയോ, നമസ്കാരത്തിൽ നിന്ന് അവന്റെ പ്രവൃത്തി കൊണ്ട് പുറപ്പെടൽ എന്നാണ്. എന്നിട്ട് കേട്ടോളി നിങ്ങൾ. ഏഴാമത്തത് ഇതാണ് ഫർളെങ്കിൽ ആ ഫർള് അടക്കളതിനെ സംബന്ധിച്ച് പറയാം. എന്നാൽ ഇവയിൽ ഒന്ന് ഒഴിച്ചാൽ നമസ്കാരം സ്വഹീഹാകുന്നതല്ല. ഈ 7 ഏതെങ്കിലും ഒന്ന് ഒഴിവായാൽ നിസ്കാരം സ്വഹീഹാകൂല എന്നാണ്. ഇനി നിങ്ങൾ കേട്ടോളിയും. ഇതേ പുസ്തകം 1995 ഇറക്കിയപ്പോൾ 95 ഇതേ പുസ്തകം വന്നപ്പോൾ സുഹൃത്തുക്കളെ ഇതിലെ 6ാമത്തെ ഫർള് മാറി. നിസ്കാരത്തിന്റെ അവസാനം അത്തഹിയാത്തിന്റെ ഖദർ ഇരിക്കൽ എന്ന് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് 7ാമത്തത് ഇതേ പുസ്തകത്തിലും അത് കൊടുക്കാണ്. അഥവാ 95 ഇതേ ഫർള് തന്നെയാണ് ഇവർക്കുള്ളത്. 78 കൊടുത്ത അതേ ഫർള് തന്നെ 95 തുടരുന്നു. 2004 ആയപ്പോ ഫർള് പോയി. 2004 ആയപ്പോ ഹനഫികൾക്ക് ഉണ്ടാക്കിയ കിതാബിലെ 7ാമത്തത് പോയി. 7 നിസ്കാരത്തിൽ ഇല്ലെങ്കിൽ നിസ്കാരം നഷ്ടപ്പെടും എന്നതായിരുന്നു 984 95 ഒക്കെ നിങ്ങളുടെ മതം. 2004 എത്തിയപ്പോഴോ 7ാമത്തതില്ല. അവന്റെ പ്രവർത്തനം കൊണ്ട് അവൻ പുറപ്പെടാന്നുള്ളതില്ല. അപ്പൊ നിങ്ങൾക്ക് നിസ്കാരം ഉണ്ടോ അല്ലേ? ഞങ്ങളെ മദ്രസ പുസ്തകം എടുത്തു പൊക്കിയത് കൊണ്ടാണ് ഇത് പറയുന്നത്. സുഹൃത്തുക്കളെ, ഇങ്ങനെ നോക്കിയാൽ മുഴുവൻ കാര്യത്തിലും ഇങ്ങനെ തന്നെയാണ് അല്ലേ. മണ്ടൻ ഉണ്ടെന്ന സിലബസ് പഠിക്കുമ്പോ സ്വാഭാവികമായിട്ടും ഇങ്ങനെയൊക്കെ ഉണ്ടാകും. ഇത് വളരെ കൃത്യമായി കാണാം. 984 95 ദീനല്ല ഇവർക്ക് 2004 ആകുമ്പോൾ ഉള്ളത്. ഇനി വേറൊന്ന് കേട്ടോളിയും. ഇവരുടെ വേറൊരു മാറ്റം, 4ാമത്തെ മാറ്റം, ഖബറിലെ ചോദ്യത്തിന് മുനാഫിഖ് കാഫിറൊക്കെ കൊടുക്കുന്ന മറുപടി എന്താ?
കാഫിർ കൊടുക്കണ മറുപടി എന്താണ് എന്ന് ഇവർ എഴുതി വെച്ചിട്ടുണ്ട്. ഇവരുടെ കിതാബുൽ അഖായിദ് ജുസ് അവ്വല് 4-ാം തരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഏതാ ആദ്യകാലത്ത് എഴുതിയ ഇതിലുള്ളത്? ആഹ് ആഹ് എന്നാണ് പറയാന്നാണ്. മുനാഫിഖ് പറയാ ആഹ് ആഹ് ലാ അദ്രി, അലിഫാണ്. എന്നാലോ പിന്നെ പുസ്തകം മാറി. പുസ്തകം മാറിയപ്പോൾ ഇതേ പുസ്തകത്തിൽ ഇവർ എഴുതി വെച്ചത് ഹാഹ് ഹാഹ് എന്നാണ്. ഞങ്ങൾക്കറിയില്ല ഇതിന്റെ കൃത്യമായിട്ട് ഏത് പദ പറയേണ്ടത് എന്നുള്ളത്. നിങ്ങൾ തമ്മിൽ തർക്കിച്ചാൽ മതി, നമുക്ക് പറയാനുള്ളതല്ലോ നിങ്ങൾക്കുള്ളതാണ് എന്ന് നിങ്ങളെ ശൈലിയിലാണെങ്കിൽ നമ്മൾ പറയും. പക്ഷേ പറയുന്നില്ല. നിങ്ങൾ നോക്കൂ, ഹാഹ് ഹാഹ് എന്നാണ്. അപ്പൊ അതിനെക്കുറിച്ച് ചോദ്യം വന്ന് ഇത്ര ചെറിയൊരു കാര്യം എന്തിനാ ഇയാൾ പറയണമെന്ന് നിങ്ങൾ ചിന്തിക്കണ്ട. നേരെ മറിച്ച് ഇതിനെക്കുറിച്ച് ഇവരുടെ പ്രസിദ്ധീകരണത്തിൽ ചോദ്യം വന്ന് ഖബറിലെ ചോദ്യത്തിന് മറുപടി പറയാൻ സാധിക്കാത്ത കാഫിർ ഹാഹി ഹാഹി എന്ന് പറയും എന്നായിരുന്നു സമസ്തയുടെ ആദ്യകാല പാഠപുസ്തകങ്ങളിൽ ഉണ്ടായിരുന്നത്. ഇപ്പോഴത്തെ 4-ാം ക്ലാസ്സിലെ ദീനിയാത്തിൽ ഹാഹ് ഹാഹ് എന്ന് പറയുമെന്ന് കാണുന്നു. ഇതിലേതാണ് ശരി? ഉത്തരം കേട്ടോ. അബൂദാവൂദ്, അഹ്മദ് തുടങ്ങിയവർ നിവേദനം ചെയ്ത ഹദീസുകളിൽ ഹാഹ് ഹാഹ് എന്നാണ് വന്നിട്ടുള്ളത്. ഹംസ അല്ല, ഹ ആണ്, സഹറത്തിന്റെ ഹ ആണ്. അതുകൊണ്ട് അധിക റിവായത്തുകളിലും ഇപ്രകാരം വന്നതിനാലാണ് പാഠപുസ്തകത്തിൽ മാറ്റിയത് എന്നാണ്. ഇതുകൊണ്ട് തന്നെ ഞങ്ങളും മാറ്റിയത്. ഞങ്ങൾ ആദ്യകാലത്ത് എഴുതിയ ചില പാഠപുസ്തകങ്ങളിൽ ഹദീസിനെ നിരക്കാത്ത ചില വാചകങ്ങൾ പണ്ഡിതന്മാർക്ക് വന്ന അബദ്ധം ഉണ്ടായിരുന്നു. ഞങ്ങള് ഖുനൂത്ത് എന്ന ബിദ്അത്ത് മാറ്റി, നിങ്ങൾ മുനാഫിഖ് ഖബറിൽ പറയുന്ന ഒച്ച മാറ്റി. അത്രേ പ്രശ്നമുള്ളൂ. ഞങ്ങൾ വളരെ തെറ്റായ കാര്യങ്ങൾ, ഭീമാബദ്ധങ്ങൾ, ഞങ്ങളുടെ പണ്ഡിതന്മാര് പള്ളി ദർസിൽ പഠിച്ച ഇൽമ് പാഠപുസ്തകത്തിൽ കൊടുത്തത് മാറ്റി. നിങ്ങൾ അക്ഷരം മാറ്റി. അത്രേ ഉള്ളൂ, അല്ലെ? അത്രേ വ്യത്യാസമുള്ളൂ. അതുകൊണ്ട് സുഹൃത്തുക്കളെ, 4 കഴിഞ്ഞ് 5-ാമത്തത് പറയട്ടെ. 5-ാമത്തത് എന്താ? ഖുർആൻ പരിഭാഷ നിങ്ങൾക്ക് പറ്റില്ലായിരുന്നു. കേട്ടോ, ഇതാ തഹ്ദീറുൽ ഇഖ്വാൻ എന്ന പുസ്തകത്തിൽ നിന്ന് കേട്ടോ. ഖുർആനിന് നേർക്കുനേരെ അർത്ഥം പറയൽ ആരംഭിച്ചത് വഹാബികളും മൗദൂദികളുമാണ്. അതിനാൽ ഖുർആൻ ക്ലാസ് അതിനവർ ഖുർആൻ ക്ലാസ് എന്ന് പേര് വിളിക്കുകയും ചെയ്തു. അതറിഞ്ഞപ്പോൾ സുന്നത്ത് ജമാഅത്തിന്റെ ഉലമാക്കൾ അവരുടെ നേരെ ഖുർആൻ ക്ലാസ്സിലാക്കിയതാണ് എന്ന് പുച്ഛസ്വരത്തിൽ പറഞ്ഞു പോന്നിരുന്നു. എന്റെ ഉസ്താദുമാരടക്കം, എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് പറയാം, എന്റെ ഉസ്താദുമാരടക്കം പഴയ ആലിമുകൾ ഖുർആൻ വാക്കുകൾ ഉദാഹരണമായി വരുമ്പോൾ അതിന്റെ വിധി വിവരിച്ചു തരികയല്ലാതെ അർത്ഥം പറയാറില്ല. ചോദിച്ചാൽ തന്നെ അർത്ഥം പറയരുത്, പിഴച്ചു പോകുമെന്ന് ഉപദേശിച്ചവരായിരുന്നു. ഇതാണ് നിങ്ങളുടെ പണ്ടത്തെ മതം. ഇപ്പോഴത്തെ മതോ ചെറിയ ചെറിയ സൂറത്തുകളൊക്കെ പഠിപ്പിക്കുന്നു എന്നാണ്. സുന്നി അഫ്കാർ വളരെ കൃത്യമായി എഴുതി വെക്കുന്നു. സുഹൃത്തുക്കളെ, സുന്നി അഫ്കാറിൽ ഇതാ സെയ്ദ് മുഹമ്മദ് നിസാമിയുടെ ക്ലാസിനെ സംബന്ധിച്ച് ചെയ്ത സ്ത്രീകൾക്ക് വരെ ചെറിയ ചെറിയ സൂറത്തുകൾ ഞങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് 2001-ൽ. എന്നാലോ അതും കഴിഞ്ഞപ്പോ ഇപ്പൊ ഖുർആൻ പരിഭാഷ വന്നു. പഠനാർഹമായ ബയാനിയ പ്രസിദ്ധീകരണങ്ങൾ എന്ന ഇവർ കൊടുത്ത പരസ്യത്തിൽ കാണാം ഖുർആൻ മലയാള പരിഭാഷ. ആരാ? TK അബ്ദുള്ള മൗലവി ഖുർആൻ പരിഭാഷ എഴുതി. ചോദിക്കട്ടെ, ഏത് ജിബ്രീൽ എപ്പോഴാണ് സമസ്താലയത്തിൽ വന്നത്? നിങ്ങളുടെ ഉസ്താദ് ഹസൻ മുസ്ലിയാർ ഖുർആൻ പരിഭാഷ തെറ്റാണെന്ന് പറഞ്ഞ കാലത്ത് അത് അംഗീകരിച്ച് അത് ദീനാക്കിക്കൊണ്ട് നടന്ന നിങ്ങൾ പിന്നീട് നിങ്ങളുടെ അഭിപ്രായം മാറ്റിയിരിക്കുന്നു. TKയുടെ ഖുർആൻ പരിഭാഷയ്ക്ക് നിങ്ങളുടെ പ്രസിദ്ധീകരണത്തിൽ കോളം കൊടുത്ത് സ്ഥലം കൊടുത്ത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. അപ്പോ ഒരു കാലത്തത് ദീനായിരുന്നു, അല്ലെ? ഞങ്ങളല്ല മാറ്റിയത് നിങ്ങളാ. ഇനി കയ്യെഴുത്തിന്റെ കാര്യം അങ്ങനെ തന്നെ കാണാം. ഒരു കെട്ട് വായിക്കാണ്ട് കയ്യെഴുത്ത്. മുസ്ലിയാരി വേറൊരു പ്രദേശത്ത് വന്നപ്പോ ചോദിച്ച വിഷയമായതുകൊണ്ട് ഇതിലെ ഒരു വാചകം മാത്രം ഞാൻ വായിക്കാം. സ്ത്രീകളുടെ കയ്യെഴുത്ത് പഠിപ്പിക്കൽ ശറഇൽ മക്രൂഹാണെന്നും മറ്റും പല മഹാന്മാരായ ഉലമാക്കളും മുമ്പ് തന്നെ തീരുമാനിച്ചിട്ടുള്ളതാകയാൽ അവർക്ക് കയ്യെഴുത്ത് പഠിപ്പിക്കൽ പ്രത്യേകം പാടില്ലാത്തതാണെന്ന് ഈ യോഗം തീരുമാനിക്കുന്നു. CK മുഹമ്മദ് മൗലവി അവതരിപ്പിച്ചു. PP അഹമ്മദ് കുട്ടി മൗലവി പിന്താങ്ങി. സമസ്തന്റെ പ്രമേയാണത്. ഇതാ അറബി മലയാളത്തിൽ എഴുതിയ സമസ്തന്റെ പ്രമേയാണ്. എന്താ പെൺകുട്ടികൾക്ക്
വിജ്ഞാനം അല്ലെങ്കിൽ കയ്യെഴുത്ത് പഠിപ്പിക്കരുത് എന്ന്. ഇനി അത് പച്ച മലയാളത്തിൽ വായിക്കാൻ കിട്ടും. എന്താ അറിയോ? പഴയകാല പണ്ഡിതന്മാർ സ്ത്രീകൾ വീട് വിട്ടിറങ്ങിക്കൊണ്ടുള്ള വിദ്യാഭ്യാസത്തെ എതിർത്തിരുന്നുവെന്നത് ശരിയാണ് എന്ന് പറയാ. സ്ത്രീ പുറത്തിറങ്ങാൻ പറ്റുന്ന രീതിയിലാണോ ഇന്നത്തെ സാഹചര്യം? നാം ദിനേന പത്രം വായിക്കുന്നവരല്ലേ? ഇങ്ങനെയൊക്കെ സാഹചര്യം ഉണ്ടായിട്ട് ഇപ്പൊ സാഹചര്യത്തിൽ മാറ്റം വന്നോ? നിങ്ങളിത് തീരുമാനിച്ച കാലത്തെക്കാളും നല്ല കാലത്തപ്പള്ളേ MBBS-നും MEd-നും അല്ലാത്ത കോഴ്സുകൾക്കും പോകുന്നു. ഇനി നിങ്ങൾ നോക്കൂ, ഇവരുടെ പ്രമുഖനായ ഒരു പണ്ഡിതനുമായി MA ഉസ്താദ് ഉമ്മയെ ഓർക്കുമ്പോൾ എന്ന് കാണാം. ഉമ്മ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടോ എന്നാണ് ഉസ്താദിനോട് ചോദിക്കുന്ന ചോദ്യം. അപ്പൊ ഉസ്താദ് പറയില്ല. അക്കാലത്ത് വിശിഷ്യ ആലിമുകളുടെ കുടുംബത്തിൽ പെൺകുട്ടികളെ സ്കൂളിൽ അയക്കുന്ന പതിവ് ഉണ്ടായിരുന്നില്ല. സ്കൂളിൽ അയക്കുന്ന പതിവ്, കയ്യെഴുത്തിന് അയക്കുന്ന പതിവ് ഉണ്ടായിരുന്നില്ല. എവിടെയാണ് എന്നാണ് മലക്കു ജിബ്രീൽ വഹിയും കൊണ്ടുവന്നത്? ദീനിലൊരു കാര്യം മതമാവണമെങ്കിൽ ജിബ്രീൽ വരണമെങ്കിൽ എന്നാണ് വന്നത്? ആ വഹീന്റെ ഒരു ഫോട്ടോ കോപ്പി ഞങ്ങൾക്കും വേണം.